ഇപ്പം നമ്മളോട് ഉള്ളത് ഷിജിനാണ്. ഷിജിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ വേണോന്ന് എനിക്കറിയില്ല. ഷിജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഷിജിൻ എങ്ങനെയായിരുന്നു ഷിജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുട്ട ഒരു ബോഡി ഷേവിങ്ങോടുകൂടി ഇൻട്രൊഡ്യൂസ്. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് മൊട്ട ഷിജിൻ നമ്മളോട് ഉണ്ടെന്ന് പറയായിരിക്കും. എന്നെ വിചാരിച്ചു മുട്ട ഷിജിൻ എന്ന് ഇല്ല ഇല്ല, അത് പറഞ്ഞാൽ ഇല്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ അങ്ങനെയാണല്ലോ, നമ്മള് അങ്ങനെ തന്നെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആൾക്കാർ വിളിച്ച് അങ്ങനെ ആയതാണ്. അപ്പൊ നമ്മൾ അറിയാൻ വേണ്ടി ഇപ്പൊ മുട്ടയാണെന്ന് പറയുമ്പോൾ ഞാൻ ഇത് കുറെ ഇന്റർവ്യൂ ഇത് പറയുന്നുണ്ട്, സെയിം തന്നെ. എന്താണ് മുട്ടയെന്ന് കഴിക്കുമ്പോൾ ഒരാൾക്ക് മുട്ടയെന്ന് പറയുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാവും ഇന്ന ആള്. ഫേസ്ബുക്കിലൊക്കെ അങ്ങനെയാണല്ലോ പെട്ടെന്ന്. എനിക്കൊന്ന് ഐഡിയിലും മുട്ടയെന്ന് എഴുതിയിട്ടുണ്ട്, മുട്ടയെന്ന് ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മുട്ടയെന്ന് പറഞ്ഞിട്ട്. ഈ ഷിജിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് നമ്മുടെ ഈ ഫേസ്ബുക്കിന്റെ ഒരു സുവർണ കാലഘട്ടം ഉണ്ടല്ലോ, ഈ നാസ്തികത, നിരീശ്വരവാദം, സ്വതന്ത്രവാദം. അപ്പൊ അവിടെ ഉള്ള എഴുത്തുകളും ഡിസ്കഷൻസും ഒക്കെയാണ്. എനിക്കൊന്ന് ഫ്രീ തിങ്കർ ഗ്രൂപ്പില്ലേ, അതിനകത്ത് എനിക്ക് ചില ദിവസങ്ങളിലൊരു പ്രത്യേക മൂഡ് വരും. അപ്പോഴും ഞാൻ ഒരു ദിവസം ചിലപ്പോൾ 100 പോസ്റ്റൊക്കെ ഇടും. സിംഗിൾ ലൈൻ പോസ്റ്റ്, 2 ലൈൻ അങ്ങനെയൊക്കെ എഴുതി. അന്ന് കൂടുതലും ബൈബിള് വചനം പോലെ ഇങ്ങനെ എഴുതിയിടുന്ന. അങ്ങനെയാണ് ഞാൻ ഈ ഫ്രീ തിങ്കർ ഇതിനകത്ത് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് അറിയാവുന്നത് കൂടുതലും. പെട്ടെന്ന് ഇങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ ഒന്നിന് പറയുക, 1 മിനിറ്റിൽ തന്നെ ഇങ്ങനെ അങ്ങനെ. പിന്നെ അന്നിങ്ങനെ ഇല്ലല്ലോ, എന്താണ് അപ്രൂവൽ താരം അതിനകത്തില്ലായിരുന്നു. അല്ല ഉണ്ട്, പക്ഷെ അതിനകത്തില്ലായിരുന്നു തോന്നുന്നു, അവര് വെച്ചിട്ടില്ല. ആർക്ക് വേണേ ഇങ്ങനെ പോസ്റ്റ് ഇടാം എന്നുള്ളത്. പിന്നെയൊക്കെയാണല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രീ തിങ്കർ എന്നൊക്കെ ചോദിക്കുന്നു. ഞാനും ഈ ആ ഒരു ടൈമിലൊക്കെയാണ് ഈ എത്തീസം ഭയങ്കര. ഏത് ഇയറില്? അല്ല, മീൻസ് ഈ സോഷ്യൽ മീഡിയയിൽ എത്തിയസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഇയറിലാണ് ഞാൻ വരുന്നത്? പ്രതീക്ഷ വരുന്നത് 2013, 2014. അപ്പോഴൊന്നും ഞാനില്ല അതിനകത്ത്. നമ്മള് ആ സമയത്ത് 2013, 2014 ഇല്ലേ? ഇല്ല, ഞാൻ എനിക്കൊന്ന് 15 കഴിഞ്ഞു. കാര്യം എനിക്ക് ആ സമയം, ഞാൻ അതിന് മുന്നേ തന്നെ ഇങ്ങനെയുള്ള ഈ യുക്തിപരമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ നിരീശ്വരവാദി ആയിട്ടില്ല. നിരീശ്വരവാദി ആവുന്ന 2015 കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ നിരീശ്വരവാദി ആണെന്ന് നമ്മൾ തിരിച്ചറിയില്ലേ. അപ്പൊ എനിക്ക് എന്തോ ഒരു ഇത് കണക്ക് തോന്നി. 1 വർഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടേക്കുന്നത്, ഈ മീൻസ് ഫേസ്ബുക്കിൽ നിന്നാണ്, സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്. പിന്നെയാണ് ഞാൻ കേരളത്തിൽ നിരീശ്വരവാദി ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത്. അത് ഇങ്ങനെയൊക്കെ വിമർശനപരമായിട്ട് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അറിയുന്നു. പിന്നെ അപ്പോഴാണ് നമ്മൾ പിന്നെ കൂട്ടുണ്ടല്ലോ എന്ന് പറയുന്നൊരിതുണ്ടല്ലോ, കൂട്ട് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ കൂട്ടുകാരായിട്ട് വരുന്നു. അപ്പൊ നമുക്കൊരു ഹെൽപ്പ് വേണമല്ലോ. കാര്യം നമുക്ക് എഴുതുന്നതിന് ഒരു ലൈക്ക് പോലും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. തെറി മാത്രമായി കഴിഞ്ഞാലേ നമുക്ക് അന്ന് ഞാനൊന്നൊരു തെറി എന്ന് പറഞ്ഞൊരു സാധനം പോലും ഉപയോഗിക്കാതെ അതിനകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് സാധനം എഴുതി വരുന്ന ഒരാളാണ്. അപ്പൊ വീട്ടിൽ നിന്നും ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും ആയിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവും നമ്മൾ എഴുതുന്നത്. പ്രത്യേകിച്ച് ബൈബിളിലെ കാര്യങ്ങൾ മാത്രമാണല്ലോ എഴുതുന്നത്. അപ്പോഴാണ് ഇങ്ങനെ കേരളത്തിൽ നിരീശ്വരവാദികളുണ്ടെന്നും ഒക്കെ അറിയുന്നു. പിന്നെ ഈ യുക്തിപരമായിട്ടുള്ള ചിന്ത എനിക്ക് പണ്ടേ ഉണ്ട്. നമ്മളെ തർക്കങ്ങൾ എവിഡൻസ് ബേസ്ഡ്, പിന്നെ ഈ പറയുന്ന ആയുർവേദത്തിന് എതിർക്കൽ, പിന്നെ ഫെമിനിസം, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ യേശുവിനെ കളയുന്നതാണ് 2015. ആ സമയത്ത് ഞാനും ഈ ഫ്രീ തിങ്കേഴ്സ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് അപ്പോഴാണ് ഞാനിങ്ങനെ പോയി നിരീശ്വരവാദി. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡ് വെച്ചാൽ നിരീശ്വരവാദി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കാരണം സമൂഹത്തിന്റെ മാറ്റം നിരീശ്വരവാദത്തിലൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്നങ്ങനെ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോ ഈ നിരീശ്വരവാദികൾ ഇപ്പം എന്താ പറയുക, സംഘികളെക്കാൾ സംഘികൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വരെ അവർ വന്ന് പറയുന്ന രീതിയിലേക്ക്. അന്ന് ഞാനും ഇതാണ് വിചാരിച്ചിരുന്നത്. നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ എന്തോ ഒരു അപ്പോഴാണല്ലോ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളെ അടയാളപ്പെടുത്തുന്നത്. അതുവരെ യുക്തിപരമായിട്ടുള്ള ചിന്ത എനിക്ക് തോന്നുന്നു എനിക്ക് കുറെ വിശ്വാസികളായിട്ടുള്ള യുക്തിചിന്തയുള്ള ആൾക്കാരെ എനിക്കറിയാം. യുക്തിപരമായിട്ടല്ല ഫെമിനിസം പറയുന്നത്, സമൂഹത്തിലെ എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ എന്റെ ധാരണ എന്ന് പറയുന്നത് മറ്റേ സാധനം വലിയ എന്തോ ആയിക്കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം പോലെ ആ സമയത്ത് നമുക്ക് തോന്നി. പിന്നെന്ന് പറയുന്ന ഈ പറയുന്ന അടച്ച അങ്ങ് ആക്ഷേപിക്കുന്ന ഇതുണ്ടല്ലോ, നമ്മൾ നിന്ന് ആ സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ ഈ മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ സമയത്ത് പിന്നെ ചിന്തിച്ച് അതിലും കൂടെ യുക്തി വന്നപ്പോഴത്തേക്കാണ് ആ ഒരു ഈ നിരീശ്വരവാദം വലിയ സംഭവം അല്ലെന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത് ഉണ്ടാവുന്നു ആ സമയത്ത് നമ്മൾ നിരീശ്വരവാദമാണ്. കാരണം അന്ന് ഒന്നാമത് ഓൺലൈനിലൊക്കെ ഉള്ള മൂവ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോക്കിൻസിന്റെ ഡിബേറ്റ് കാണുന്നു. ഞാനതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സാധനവും എനിക്ക് അറിയില്ല. ഞാനിത് പിന്നെയാണ് പിൽക്കാലത്താണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ അതിൽ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. ഡോക്കിൻസിനെ പോലുള്ള ആൾ ലോകത്തുണ്ടെന്ന്. ഞാൻ വളരെ ഈ ഇടുങ്ങിയ ഒരു
സ്പേസിൽ നിന്ന് അധികം വായനയൊന്നുമില്ല. അങ്ങനെയൊക്കെ എപ്പോഴോ ഈ പറയുന്ന ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വീട്ടിലെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചെറിയ ഇതൊക്കെ കിട്ടി, ഈ ആൾക്കാരുടെ നിന്നൊക്കെ ഇങ്ങനെ കിട്ടി. പിന്നെയാണ് നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് എഴുതി തുടങ്ങുന്നത്. ചില ആൾക്കാർ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് പഠിച്ച് ഈ സയൻസ് ഒക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന്. നമുക്ക് അങ്ങനെ സയൻസിന്റെ ABCD അറിഞ്ഞൂടാതിരിക്കുന്ന സമയത്താണ് നമ്മൾ നിരീശ്വരവാദി അല്ലെങ്കിൽ യുക്തിചിന്തയൊക്കെ ഉണ്ടാകുന്നത്, ഈ ലോജിക്കലായിട്ടുള്ള തോട്ടുകൾ. പിന്നെ എന്റെ സ്വഭാവം എനിക്ക് ഭയങ്കര കുട്ടികളായിട്ട് തർക്കമുണ്ട്. വീട്ടിലാരെന്ത് പറഞ്ഞാലും അതിനെ തർക്കിക്കുക, ചുമ്മാ അത് തർക്കിക്കും. അതല്ല ഇതാണ് എന്ന് പറയുന്നത് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അപ്പൊ അത് തർക്കിച്ച് ഒരു ഇതുണ്ട്. അപ്പൊ അന്ന് ഈ ഗൂഗിളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എവിഡൻസ് ചിലപ്പോൾ പത്രത്തിൽ നിന്നൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വല്ല കഥ ബുക്കുന്നതായിരിക്കും, സിനിമയെന്നായിരിക്കും. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത്. പിന്നെ എനിക്ക് വേറൊരു സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിള് പോലെയുള്ള സാധനങ്ങൾ വായിക്കുന്ന സമയത്തൊക്കെ അതിനകത്തുള്ള ഒരു കോട്ടൊക്കെ മീൻസ് വചനം, നമ്മൾ കോട്ടെന്ന് പറയുന്നു, അവരത് വചനം എന്ന് പറയുന്നു. ഈ വചനം എടുത്ത് വെച്ചിട്ട് അതിനെ തർക്കിക്കും ഞാൻ സ്വന്തമായിട്ട്. ഇപ്പൊ വീട്ടിൽ കിച്ചണിലൊക്കെ കുക്ക് ചെയ്തിരിക്കുമ്പോൾ ഞാനത് ഇങ്ങനെ പറഞ്ഞു നോക്കും, അതെങ്ങനെ ശരിയാവും, ഇതിങ്ങനെ ശരിയാവും, അങ്ങനെയൊക്കെ. അങ്ങനെയാണ് ഇപ്പോഴും നമ്മളെ റീലൊക്കെ ചെയ്യുന്നത് അതുപോലെയാണ്. നമ്മൾ സ്വന്തമായിട്ട് തോട്ട് തിങ്ക് ചെയ്തിട്ട് പിന്നെ അതിന് വല്ല ശാസ്ത്രമൊക്കെ വരുന്നത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇതല്ല, ചിലപ്പോൾ അങ്ങനെ ഉള്ളതായിരിക്കാം. നമ്മൾ പിന്നെ നമുക്ക് സ്റ്റഡി എന്ന് പറഞ്ഞ് സയന്റിഫിക് സ്റ്റഡിയൊക്കെ എടുക്കുന്ന കൂടുതൽ എനിക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഈ കുറച്ച് മെഡിക്കൽ സാധനങ്ങൾ പഠിച്ച് നമ്മളുടെ സ്വന്തം ശരീരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എനിക്ക് കുറച്ച് ഗുണം കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഈ നിരീശ്വരവാദം സയന്റിഫിക് സ്റ്റഡി ഒക്കെ പോയിട്ട് പിന്നെ ഞാൻ കാണുന്ന ഇതേ നിരീശ്വരവാദം സയന്റിഫിക് സ്റ്റഡി ഇട്ട് എനിക്ക് എന്ത് ഉളത്തരവും പറയാന്നുള്ള രീതിയിലായി. ഇപ്പൊ ഞാൻ അങ്ങനെ കണ്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ മെനിനിസം എന്നുള്ള മൂവ്മെന്റ്. മെനിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ മെനിനിസം ഒരു ട്രോൾ വേർഡാണ്, അങ്ങനെ ഒരു വാക്കില്ല. പക്ഷെ ഈ ബേസിക്കലി പക്ഷെ അത് എനിക്ക് ട്രോൾ വേർഡായിട്ട് തോന്നിയില്ല, എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ. എനിക്ക് അത് ഒരു അവര് യാഥാർത്ഥ്യമായിട്ട് ഫെമിനിസം പോലെ നേരെ ഓപ്പോസിറ്റ് ഉൾക്കൊള്ളുന്ന കുറച്ച് ആൾക്കാരാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അവരത് പ്രൗഡായിട്ടാണ് കാണുന്നത്, മെനിനിസം അല്ലെ, അത് അവരുടെ ഭയങ്കര പ്രൗഡായിട്ടാണ് കാണുന്നത്. ഞാൻ മെനിനിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. പിന്നെ അവർ കുറെ എവിഡൻസ് കൊണ്ടുവരും അതിന്റെ. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്കായിട്ടുള്ള ഈ സ്ത്രീ വിരുദ്ധരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ എവിഡൻസ് കൊണ്ടുവന്നിട്ട് മറ്റത് ഇരകളാണ്. ഇപ്പൊ നമ്മുടെ ഫാദറിനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം അറിഞ്ഞിട്ടായിരിക്കും, എന്താണ് സ്ത്രീ വിരുദ്ധം അറിഞ്ഞിട്ടായിരിക്കാം. അവരെ നമുക്ക് എതിർക്കാൻ വേണ്ട ആവശ്യം പോലും ഇല്ലാതെ തോന്നിയിട്ടുണ്ട്. മറ്റത് ഫുൾ എവിഡൻസ് കൊണ്ടുവരും, ചിലപ്പോൾ കാർട്ടൂൺ ആയിരിക്കും എവിഡൻസുകൾ, അങ്ങനെ കൊണ്ടുവന്നിട്ട് പറയും. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്, ബസ്സിലേക്ക് സീറ്റിന്റെ കാര്യങ്ങളൊക്കെ തർക്കിക്കുമ്പോഴുള്ള ഇതുപോലെയുള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബസ്സിലെ സീറ്റ്, പിന്നെ കുറെ ഉണ്ട് അവരുടെ അവകാശങ്ങൾ, ഒരവകാശങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിരുദ്ധ പറയും. എല്ലാം സ്ത്രീകൾക്കെതിരെ. അതായത് ഇപ്പൊ ചില ആൾക്കാർ പറയത്തില്ലേ ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ വിരുദ്ധതയാണ് പറയുന്നത്, അങ്ങനെയല്ല, പുരുഷന്മാർ അങ്ങനെയല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറച്ച് സൈഡ്. അവര് ചിലപ്പോൾ അവർക്ക് ഫെമിനിസം മൊത്തം അറിയായിരിക്കും, എന്നിട്ട് അവർ അതെല്ലാം ഫെമിനിസം എല്ലാം വെച്ചിട്ട് അത് പറയും അത് പുരുഷന്മാർക്ക് എതിരെയുള്ളതാണെന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ അതായത് സ്ത്രീയുടെ ശത്രു അല്ലെ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ല. ഇതെന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്. ഈ മെനിനിസം എന്ന് പറയുന്ന സാധനങ്ങൾ അത് ഭയങ്കര വേറൊരു ടോക്സിക് ആയിട്ട് ഒരു ശരിക്കും സ്ത്രീകൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ്. അല്ല അവരുടെ അവകാശങ്ങളല്ല. അതായത് ഇപ്പൊ അവർക്ക് ഇമോഷൻസ് ഉണ്ട്, പുരുഷന്മാർക്കൊരു ഇമോഷൻസ് ഉണ്ട്, അവർക്ക് കരയാൻ പറ്റണം എന്നൊക്കെ പറയുന്ന ആ സൈഡൊക്കെ ഓക്കെയാണ്. ഇവർ ആ സൈഡല്ല പറയും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇപ്പൊ ഫെമിനിസം പോലുള്ള സംഭവങ്ങൾ കുറച്ച് ശക്തമായി കുറച്ച് സ്ത്രീകൾക്ക് റെപ്രസെന്റേഷൻസ് കിട്ടി തുടങ്ങുന്നു, അധികാര സ്ഥാനത്തേക്ക് പോകുമ്പോൾ ഇവരുടെ പവർ പോകുന്നുണ്ടോ എന്നുള്ളൊരു പേടി കൊണ്ടുണ്ടായ മൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് കുറെ ആളുകൾ അങ്ങനെയുണ്ട്, എന്റെ ഭാര്യ ഇട്ടേച്ച് പോയി എന്നെ, എന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജുകൾ നഷ്ടപ്പെടും, സത്യമാണല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ഒരു കുറെ പ്രിവിലേജുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഞാൻ പലതും തുറന്നു പറയുമ്പോഴത്തേക്കാണ് ഇവർക്ക് അത് പ്രശ്നമാണ്. ഈ പാവാട എന്നുള്ള വിളി വരുന്ന അവിടെയാണ്. അവർക്ക് ആ വിളി പേടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കുറെ ആൾക്കാർ എന്നെ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല, കാര്യം ഈ വിളി പേടിയാണ്. യുവന്മാരാണ് ഈ വിളിക്കുന്നത്. അപ്പൊ അത് പ്രിവിലേജ് നഷ്ടപ്പെടുന്ന ഒരു സാധനം സത്യത്തില്. നമ്മളിപ്പോ ഞാൻ കുക്ക് ചെയ്യുന്നു, ഒരു കാര്യമൊന്നുമില്ല, എന്ത് കാര്യം ഇരിക്കുന്നത്, എല്ലാവരും കുക്ക് ചെയ്യുന്നതാണ്, സകല ആൾക്കാരും കുക്ക് ചെയ്യും. അതായത് എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും കുക്കിംഗ് അറിയണമല്ലോ, അതൊരു ലൈഫ് സ്കില്ലല്ലേ. അത് എനിക്ക് കുക്കിംഗ് അറിഞ്ഞോടെന്ന് പറയുന്നത് സത്യത്തിൽ നാണക്കേടായിട്ടാണ് പല ആൾക്കാരും ഇന്ന് കാണുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഏജ് ഗ്രൂപ്പും നമ്മുടെ ഫാദറിന്റെ ഏജ് ഗ്രൂപ്പ് എടുത്താൽ പോലും ഒരു കുക്കിംഗ് അറിയണമെന്ന് അവർക്കൊരു ചമ്മലാണ്, എനിക്ക് കുക്കിംഗ് അറിഞ്ഞൂടല്ലോ അങ്ങനെ. ഇവര് കാണുന്ന വെച്ചാൽ പുറത്തു പറയത്തില്ല, ഇതെല്ലാം ചെയ്തിട്ട് നമ്മള് കളിയാക്കുന്ന ഒരു ഇതുണ്ട് അവർക്ക്. സത്യത്തിൽ അവരിതെല്ലാം ചെയ്യും. പിന്നെ വേറൊരു ടീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ തടുക്കുന്നതാണ് അവരുടെ, അതാണ് കെയറിങ് ആയിട്ട് കാണുന്നത്. ഫെമിനിസം സ്ത്രീകളെ ഇല്ലാതാക്കുന്നു. അതെ അതെ പ്രൊട്ടക്ട് അതെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇത് ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ബസ്സിലെ സീറ്റ് ഭയങ്കര ഒരു സംഭവമാണ്. ഇതിനകത്ത് എല്ലാം വരും അതിനകത്ത്. ഈ ബസ്സിലെ സീറ്റിൽ നമ്മൾ ബയോളജിക്കലി അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള സ്ത്രീകളുടെ നീതിയാണല്ലോ നമ്മൾ സീറ്റ് അവിടെ കൊടുക്കുന്നത്. നീതിപരമായിട്ടുള്ള ഇവര് സമത്വപരമായിട്ടാണ് അതിനെ കാണുന്നത്. സമത്വമാണെങ്കിൽ പിന്നെ കയറുന്ന ആള് എല്ലാവരും ഈക്വൽ ആണല്ലോ. എല്ലാവരും ഈക്വലാണ്. ഏറെ പോയി ഇരുന്നാൽ പോലെ. അപ്പൊ ഇവര് ഇതേപോലെയാണ് പറയുന്നത്. ഒരു സ്ത്രീ ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് തന്നെ ഇതേ ഒരു ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാള് സ്ത്രീകൾ കമന്റ് അല്ല, ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറയുന്നത് സ്ത്രീകൾ എഴുന്നേറ്റ് കൊടുക്കത്തില്ല ബസ്സിൽ, പുരുഷന്മാര് നമ്മളാണ് എഴുന്നേറ്റ് കൊടുക്കുന്നത് ഈ സ്ത്രീകൾ വന്ന. അപ്പൊ ഞാൻ അതിന് മറുപടി ഇടണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇട്ടില്ല. അതായത് സ്ത്രീകൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയും, സ്ത്രീകൾ ഒരിക്കലും സ്ത്രീകൾക്ക് എഴുന്നേറ്റ് കൊടുക്കരുത്. അവിടെ തുല്യത, സ്ത്രീകൾ രണ്ടും തുല്യത. നമ്മളെന്ന് പറയുന്നത് ഇവരുടെ മറ്റേ ഔദാര്യമൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്, അത് നീതിയാണല്ലോ. സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുന്ന ആൾ, ഇപ്പൊ എഴുന്നേറ്റ് കൊടുക്കുന്ന ആളിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ഇവർ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ എന്റെ ഗ്രൂപ്പ് എഴുന്നേറ്റ് കൊടുത്തോ കണ്ടോ, നിങ്ങളെ ഗ്രൂപ്പ് എഴുന്നേറ്റില്ല, സ്ത്രീക്ക് ശത്രു, ഞാൻ എഴുന്നേറ്റ് കൊടുത്തു. ഇവൻ ഒരിക്കലും എഴുന്നേറ്റ് കൊടുക്കാത്തവനായിരിക്കും. എഴുന്നേറ്റ് കൊടുക്കാത്തവൻ ഞാൻ മനസ്സിലാക്കുന്ന അവൻ നമ്മളെ പോലെ ചിന്തിക്കുന്നവനായിരിക്കും. നീതി നടപ്പിലാക്കിയവൻ, അതാണല്ലേ സമത്വം, നീതിപരമായിട്ടുള്ള സമത്വം. മറ്റേത് സമത്വമായിട്ട് ഞാൻ കാണുന്നില്ല. അതായത് എല്ലാവർക്കും ഒരേ അളവ് ഷൂസ് കൊടുക്കുക, വിട്ടോ, അത് അനീതിയാണ്. എല്ലാവർക്കും അവരവരുടെ അളവ് ഷൂസ് കൊടുക്കും. ഞാൻ പറയുന്നത് ഇപ്പൊ വിശപ്പുള്ളവനും വിശപ്പില്ലാത്തതിനും എല്ലാവർക്കും ഒരേ പ്ലേറ്റ് കൊടുക്കുന്നത് അത് അനീതിയാണ് സത്യത്തിൽ. വിശപ്പുള്ളവരല്ലേ കൊടുക്കുക. അതെ, വിശപ്പുള്ളവന് കൊടുക്കുക, അതിന്റെ അളവിന് കൊടുക്കുക. ചിലപ്പോൾ അവന് കുറച്ച് മതിയായിരിക്കും, കുറച്ച് കഴിക്കുമ്പോൾ അവന്റെ ഇത്. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം വേസ്റ്റ് ആയി, ഫുഡ് വേസ്റ്റ് ആയി, അനീതി അല്ലേ? ഇത് ഞാൻ നമ്മളെ വീട്ടിലൊക്കെ നടപ്പിലാക്കുന്നതാണ് കേട്ടോ. എന്റെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 ഫുഡാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ വേസ്റ്റ് ആവും. ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കിയിരിക്കും, ചിലപ്പോൾ അയാൾ പറയും എനിക്ക് ഇഡലി വേണ്ട, എനിക്ക് മറ്റേ ദോശ വേണം. അപ്പൊ എന്നെ കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് ഞാൻ ആ നീതി നടപ്പിലാക്കും. സാധിക്കാത്തതെങ്കിൽ നടപ്പിലാക്കാൻ പറ്റില്ല. എല്ലാം നടപ്പിലാക്കാനൊന്നും പറ്റൂല അല്ലേ? എല്ലാവർക്കും നടപ്പിലാക്കാൻ പറ്റില്ല. ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ ചിലപ്പോൾ അമ്മയായിരിക്കും കുക്ക് ചെയ്യുന്നത്. അവർ 4 പേർക്ക് 4 ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അത് അവരുടെ രീതിയിൽ അതൊരു ഇതായിരിക്കും, അനീതിയായിരിക്കും. എനിക്ക് എൻ്റെ ഇതിൽ അത് നീതിയായിട്ട് തോന്നും. എൻ്റെ വൈഫിന് വേണ്ട ഫുഡ് അവർക്ക്, എനിക്ക് വേണ്ട ഫുഡ് എനിക്ക്, കൊച്ചിന് വേണ്ടത് കൊച്ചിന്. ഇപ്പൊ പ്രതീഷിന്റെ വീട്ടിലും കൊച്ചിന് വേണ്ട ഫുഡായിരിക്കും. അല്ലെങ്കിൽ അനീതിയാണ്. ഈ മെനിനിസവും നിരീശ്വരവാദം മെർജ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദികളും റാഷണലിസ്റ്റുകൾ എന്ന് പറയുന്ന കുറെ പേരും, ഞങ്ങൾ റാഷണലിസ്റ്റുകളാണ് എന്ന് പറയുന്ന ആളുകളും, പിന്നെ മെനിനിസ്റ്റുകളും ഇങ്ങനൊരു മേർജായിട്ട് വേറും. അത് ഞാനിങ്ങനെ നോക്കി, ഒന്നെന്ന് പറഞ്ഞാൽ പക്ക സ്ത്രീവിരുദ്ധരാണ് അവരും. അത് ഞാൻ ഫേസ്ബുക്ക് എഴുതി തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് മനസ്സിലായ സാധനമാണ്. നിരീശ്വരവാദികളെന്ന് പറയുമ്പോൾ സാമൂഹിക ബോധം അവർക്ക് വേണമെന്നില്ലല്ലോ, ദൈവത്തിനെ എതിർക്കുന്ന സാധനമല്ലേ. അപ്പൊ അതില് ചിലപ്പോ അവര് ഈ ജനിച്ചു വളർന്ന സമയത്തൊക്കെ ഈ പറയുന്ന സ്ത്രീവിരുദ്ധരും ഈ പറയുന്ന സാധനങ്ങൾ പഠിച്ചും വീട്ടിൽ കണ്ടതും അല്ലേ എതിർക്കുന്നതും, ഇന്ന ഡ്രസ്സ് ഇട്ടാൽ മതി, സ്ത്രീ ഇന്ന ഡ്രസ്സ് ഇട്ടാലേ അവരെ നോക്കാതിരിക്കൂ, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇട്ടാലേ പിന്നെ റേപ്പ് ചെയ്യാതിരിക്കൂ എന്നൊക്കെ പറയുന്ന കേട്ട് വളർന്ന നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഈ സെയിം സിറ്റുവേഷൻ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ എന്തുകൊണ്ടോ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ട് നമുക്ക് ആ നിരീശ്വരവാദത്തിൽ അതിനെതിരെ നിൽക്കാൻ പറ്റുന്നത്. ഇവിടെ മറ്റൊരു നിരീശ്വരവാദികളെല്ലാം യുക്തിപരമായിട്ട് കാണുന്ന ഇതുണ്ട്. ഇപ്പൊ നമ്മൾ LGBTQ കാര്യം എടുക്കുമ്പോൾ ഇതേ സിസ്റ്റം ഉണ്ട്. ഈ LGBTQ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ ധാരണ LGBTQ എല്ലാ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതാണ്. ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ഈ സെക്സിന്റെയും അല്ലെങ്കിൽ ജെൻഡറിന്റെയും എല്ലാ കാര്യം അവരൊക്കെ അറിയാന്നാണ് ഇവരുടെ ധാരണ. അതല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ആ പോയിന്റ് അല്ല. അവർക്ക് ഇതിന്റെ സയൻസ് എല്ലാം അറിയാന്ന്. അപ്പൊ ചിലപ്പോ അവരവിടെ പിന്നെ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ അതിനെതിരെ പറയുന്ന ആൾക്കാരാണ്. കാര്യം അവർക്ക് ഇത് പഠിച്ചിട്ടില്ല, ഇത് അറിഞ്ഞുകൂടാ. അവര് വേറൊരു പിന്നെ ഗെയിനായിരിക്കും ട്രാൻസ്ജെൻഡർ കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എൻ്റെ അടുത്തൊന്നും പറയാം, അത് ഗേ അല്ല, അവർക്കത് ലെസ്ബിയൻസ് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഈ മറ്റേ ഹെട്രോസെക്റ്റലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കുറെ ധാരണ ഈ ഒരു ടീം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെയുള്ള ബോധങ്ങളെല്ലാം ഒരേപോലെ ഉണ്ടെന്നാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സാധനം അറിഞ്ഞൂടാത്തപ്പോ നമ്മളിപ്പോ ഈ LGBT കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ ഈ പ്ലസ് ഉണ്ട്, അതിനകത്ത് മൃഗങ്ങളെ കൊണ്ടുവരില്ലേ, ഇത് ഇവര് കൊണ്ടുവരും. അവർക്കും അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. അവര് ഈ സാധനം ഇതാണ്. ചിലപ്പോ മറ്റേ ട്രോളാൻ വേണ്ടി കുറെ പേര് ഈ പ്ലസിനെ എല്ലാം മറ്റേ പല രാജ്യങ്ങളിലും ആദ്യം ട്രോളെന്ന് ഞാനിത് വായിച്ചിട്ടുണ്ട്. അതായത് ഇവരെ ട്രോളാൻ വേണ്ടി അവർ LGBT ആണെന്ന് പറഞ്ഞിട്ട് മറ്റേ
ഡോഗ് പല ട്രോളുകളും ന്യൂസുകളായിട്ടും അതും കൂടെ എടുത്തിട്ട് മറ്റവരെടുത്ത് കൊണ്ടുവരും. അങ്ങനെയുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാവുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് മനസ്സിലാവും പെട്ടെന്ന് തന്നെ, ഇതൊരു സ്പീഷ്യസ് സെലക്ഷൻ അല്ലേ ഇവിടെ നടക്കുന്നത് മനസ്സിലാവും. ഇവർക്കത് പറ്റിയിട്ടോണമെന്നില്ല. ഇതിപ്പോഴും വന്നിട്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ് ഇപ്പൊ മറ്റേ ഒരു ബിഗ് ബോസിനകത്തൊരു നടന്ന ഒരു അവർ വെളിയിറങ്ങിയിട്ട് ഈ സാധനമാണ് പറഞ്ഞിട്ടിരിക്കുന്നത്, മൃഗത്തിന്റെ. ഈ ബിഗ് ബോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിഗ് ബോസ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എല്ലാ വർഷവും അവര് കറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഒരു ട്രാൻസ് വ്യക്തിനെ അല്ലെങ്കിൽ ഒരു ഹോമോസെക്ഷൽ ആയ ഒരാളെ കൊണ്ടുവരും. എന്നിട്ട് കറക്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് എൻട്രി ആയിട്ട് ഇതിനെതിരെ പറയുന്ന ഒരാൾ. ഇവർ രണ്ടുപേരുടെയും ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരിക്കും. ആ കോൺഫ്ലിക്ട് ഉണ്ടായിട്ട് ഹോമോഫോബിയയും ട്രാൻസ്ഫോബിയയും സമൂഹത്തിൽ ഇങ്ങനെ സ്പ്രെഡ്, എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് ആയിട്ട് മറ്റാളായിട്ട് അപ്പൊ ഇത് നമ്മള് വിചാരിക്കുന്നത് എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു എന്താ പറയുക എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ് ബേസിക്കലി. ഈ സുഹൃത്തുക്കളുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇവർ നടത്തുന്നത്. പക്ഷെ എന്നാലും ഇതിനൊരു നീതിബോധം നൈതികത എന്നൊക്കെ ഉള്ളില്ലേ. നമ്മളൊരു കമ്മ്യൂണിറ്റിനെ ഓൾറെഡി അവർ ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവരെ നമ്മൾ കൊണ്ടുവന്നിരുത്തി അവർക്കൊരു ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് പിന്നെ നമ്മൾ അതിനെ മോഹൻലാൽ വന്നിട്ട് ഞാൻ അങ്ങനെ ജീവിങ്ങനെ, ഞാൻ വിചാരിക്കും മോഹൻലാൽ എന്താ ഇങ്ങനെ ഒന്നും പറയുന്നതിന്റെ ആവശ്യമില്ലല്ലോ. ഈ രണ്ടുപേരെയും ഇങ്ങനെ പറയുന്ന ആളെ കൊണ്ടുവരുന്നാ പോരെ. അവിടെ നൈതികതകൾ ഇത് ഇങ്ങനെ വെറുതെ നമ്മൾ ഒരു പെർഫോമേറ്റീവ് ആയിട്ട് ഇങ്ങനെ കണ്ട് ഞാൻ ഭയങ്കര നീതിമാനാണ്, പിന്നെ കുറെ ഹേറ്റ് കണ്ടന്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ശരിക്കും അതിന് രണ്ട് സൈഡുണ്ട്. ഇത് ചർച്ച ചെയ്യും വേണം. ഇത് ആൾക്കാർ കുറെ ഇപ്പൊ നമ്മളെ എന്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് LGBT എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിന്റെ ഫുൾ ഫോം അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ കിട്ടും, ബട്ട് അവരത് ശ്രമിക്കുന്നില്ല. അവര് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ട് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത്, എനിക്ക് തോന്നുന്നു അവന്റെ പേര് ഞാൻ മറന്നു, അയാളിന്റെ ബിഗ് ബോസിന് മുമ്പ് വന്നില്ലായിരുന്നു, റിയാസ് അല്ലേ. അപ്പൊ റിയാസ് വന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വെച്ച്, അപ്പൊ അവർക്ക് എനിക്കിത് ചെറിയ ഇതൊക്കെ അവയർനെസ് ഉണ്ടെന്ന് അറിയാവുന്ന ഇത് ആണോ പെണ്ണാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിയല്ലേ പറയാനുള്ളൂ, ഞാനാണ് പറയാനുള്ളത്, ഞാനല്ലേ പറയാനുള്ളത്. അപ്പൊ അവർക്കത് പിടികിട്ടിയില്ല. അപ്പൊ ഞാനിതെല്ലാം ഇരുന്ന് വിശദീകരിച്ചു, ഇതെന്താണ് LGBT എന്താണ്, ഗേ എന്താണ്, ലെസ്ബിയൻ എന്താണ്, ഇതെല്ലാം വിശദീകരിച്ച് ഞാൻ കൊടുത്ത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായി. എല്ലാം നമ്മുടെ 1 വയസ്സ് 2 വയസ്സ് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ്, അവരൊക്കെല്ലാം മനസ്സിലായി. അപ്പൊ വീണ്ടും 1 വർഷം കഴിഞ്ഞ് ഇപ്പൊ ഈ വർഷം വന്നപ്പോൾ ഇവർ നിൽക്കുന്നത് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ അതേ ലെവലിലാണ്. കാര്യം അതങ്ങനെയാണ്, അവരത് ചകഞ്ഞ് പഠിക്കാൻ പോകുന്നു. നമ്മൾ സത്യത്തിൽ ഇത് പഠിച്ചു തന്നെയാണ് മനസ്സിലായി. ഞാനിത് എപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് അറിയുമോ? 2007 എൻ്റെ കൂടെ ഒരു ട്രാൻസ്ജെൻഡർ വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ ദുബൈയിൽ, അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കയറുമ്പോൾ ഞാൻ പെണ്ണായിട്ടാണല്ലോ കാണുന്നത്, എനിക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പൊ എൻ്റെ കൂടെ ഒരു പെണ്ണ് വർക്ക് ചെയ്യുന്നു, ഒരു ഫിലിപ്പിനോ വർക്ക് ചെയ്യുന്നു. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പെണ്ണിന്റെ പടം ഉൾപ്പെടെ. അവളുടെ അനുവാദം ചോദിച്ച് അവളെ കുറിച്ചുള്ള കഥകളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച്, നമ്മൾ വിസിറ്റിംഗ് വിസയിലാണ്. അപ്പോൾ അന്നറിയാലോ വിസിറ്റിംഗ് വിസയിൽ വിസ കിട്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ നമ്മൾ അവിടുത്തെ കമ്പനി വിസയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അപ്പം ഞാനും ഇവളും കൂടെ ഒരുമിച്ച് പോയി മെഡിക്കൽ ചെക്കപ്പിന്. പാസ്പോർട്ട്, അപ്പോൾ ഈ ചെസ്റ്റ് സ്കാൻ ഉണ്ട്, അറിയാലോ മെഡിക്കൽ ചെക്കപ്പ്, ചെസ്റ്റ് സ്കാനും ബ്ലഡ് ചെക്കപ്പ് അങ്ങനെ എന്തോ ഉണ്ട്. ബ്ലഡ് ചെക്കപ്പും ചെസ്റ്റ് സ്കാനും എടുക്കും. അപ്പം നമ്മൾ ഒരു ക്യൂവിൽ നിൽക്കുകയാണ്. ഒരു ക്യൂവിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ക്യൂ, ഇപ്പം ഞാൻ പറഞ്ഞു നീ ആ ഗേൾസിൻ്റെ ഇതിൽ പോ. അപ്പം ഇവളെൻ്റെ അടുത്ത് പറയുന്നില്ല, അത് കഴിഞ്ഞല്ലേ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് മാത്രമേ പറയാം. അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ ആണുങ്ങളുടെ ഇതിൽ തന്നെ ഇവിടെ സ്കാൻ ചെയ്യുന്നു, ഡ്രസ്സ് വരുന്നു. അപ്പൊ ഞാൻ ഇതായിപ്പോയി, ഷെയിം, എനിക്കൊരു മോശം. ഇവൾ എന്റെ മുമ്പ് വന്നിട്ട് ഡ്രസ്സ് വരുന്നു, പെണ്ണല്ലേ, ബാക്കി പെണ്ണുങ്ങളെല്ലാം അവിടെ. അപ്പൊ എനിക്കിത് പിടികിട്ടുന്നില്ല ആ സമയത്ത്. അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് ചോദിച്ചപ്പോൾ പാസ്പോർട്ട് ഞാൻ ചോദിച്ചത് മെയിലാണ്. അപ്പോഴാണ് പാസ്പോർട്ട് അവളെ എന്നെ കാണിക്കുന്നു. അതുവരെ നമ്മൾ ഇവളെ വിളിക്കുന്ന ഏഞ്ചൽ എന്നാണ്, ഇവളെ പേര് ഉമർ എന്നായിരുന്നു. പിന്നെയാണ് ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുന്നത് ഇത് എന്താണ് സംഭവം. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള അന്ന് അറിയണ്ടേ ഈ ഇവരെ കളിയാക്കി വിളിക്കുന്ന ഒരു ഇതായിട്ട് ഷീമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റിലൊക്കെ കാണും. അപ്പൊ എന്റെ ധാരണ ഈ ഷീമെയിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ജനിക്കുന്ന ഒരു സാധനമാണ്. ഇതുവരെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡായിട്ടാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഷീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുവന്നിട്ട് പൈസയ്ക്ക് വേണ്ടി ഇവരെ ഷോ ചെയ്യിപ്പിച്ച് പൈസ ഉണ്ടാക്കിക്കുന്ന ഒരു ടീം, ചൂഷണം. അപ്പോഴതിനാണ് ഈ ഷീമെയിൽ, അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ ഷീമെയിൽ, അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഷീമെയിലാണ്. അപ്പൊ അങ്ങനെയൊന്നുമല്ല, അതൊരു കളിയാക്കുന്ന സാധനമാണെന്ന് അവൾ എനിക്ക് പറഞ്ഞു. എന്നിട്ട് അവൾ എനിക്ക് പറഞ്ഞു ഇങ്ങനെ ഇതാണ്. അപ്പൊ ഇവളിങ്ങനെ കൊളീജിനൊക്കെ കുത്തിവെക്കുകയാണ്. അപ്പൊ അതിന്റെ പെയിൻ ഇവൾ എനിക്ക് പറയും, ഇങ്ങനെ ബ്രസ്റ്റിലും ഇതൊക്കെ ബ്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞു. കൂടെ അപ്പോഴും ഇതുപോലെ ഒരു ഗേ ഉണ്ട് അവളുടെ കൂടെ, മീൻസ് അവളുടെ ഫ്രണ്ട് നമ്മുടെ അതേ കമ്പനിയിൽ. പക്ഷെ അത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇവളാണ് പറഞ്ഞിരുന്നത് ഈ സാധനം ഇങ്ങനെ
ഞാനിങ്ങനെ അങ്ങനെ കുറെ വേർതിരിവ്. പിന്നെ നമ്മൾ ഇന്റർനെറ്റ് ആക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ എന്താണ് പറയുന്നത്, ഇത് ഈ മനുഷ്യന്റെ ഒരു ശരീരത്തിൽ ഇപ്പൊ എൻ്റെ കാര്യം അപ്പോഴാണ് എനിക്കിത് കൂടുതൽ മനസ്സിലാവുന്നത്. അറിയാം, എനിക്ക് ഗൈനോ ഉണ്ട്. അപ്പൊ എൻ്റെ ഫാദറിനുണ്ട്, എൻ്റെ ബ്രദറിനുണ്ട്, എൻ്റെ മകനുണ്ട്, എൻ്റെ ഫാദറിന്റെ ഫാമിലി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര വലുതാണ്. എൻ്റെ ചേട്ടൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ സർജറി ചെയ്ത് കളഞ്ഞു. അപ്പോൾ എനിക്കപ്പോൾ പെട്ടെന്ന് പിടികിട്ടി, ഞാൻ ഇതും കൊണ്ട് എന്തെല്ലാം ഷെയിം അനുഭവിച്ചിട്ടുണ്ട്. ഇത് കയറി പിള്ളേർ പിടിക്കും, നിനക്ക് എന്ത് മൂല്യെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഇത് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നു, ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ആ മെന്റാലിറ്റി ഉള്ളവർക്ക് ഇത് അവരുടെ ബോഡിയിൽ ഒരു എക്സ്ട്രാ പാർട്ട് ഇരുന്ന് കഴിഞ്ഞാലുള്ള വിഷമം എനിക്ക് പിടികിട്ടി പെട്ടെന്ന്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും എൻ്റെ മകൻ ഇപ്പൊ ഷെയിമുണ്ട്, അവനിത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറയും. പക്ഷെ എനിക്കതില്ല. എനിക്ക് ആ ഒരു നമ്മുടെ ഈ തോട്ടൊക്കെ വന്നതോടെ നമുക്ക് നമ്മുടെ ബോഡി എന്താണെന്ന് മനസ്സിലായി നമ്മളത് വിട്ടു. പക്ഷെ എൻ്റെ ഫാദറിന് ഇതുണ്ട്, അവർ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ച് കാണും അല്ലേ, ഇത് സ്വാഭാവികം. അപ്പൊ ഇതേ സാധനം ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവരുടെ ബോഡിയിൽ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇത് പിടികിട്ടണമെങ്കിൽ ശരിക്കും അങ്ങനെ പിടികിട്ടും. ഇത് ശരിയാണ് കേട്ടോ. ഈ എന്താ ഹെട്രോസെക്ഷൽ ആയിട്ടല്ലെങ്കിൽ എന്താ പറയുന്നത് സിസ്ജെൻഡർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പം ഈ ഗൈനക്കോമാസ്റ്റിയ അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കുട്ടികളിൽ തന്നെ സർജറി ചെയ്യാൻ പല രാജ്യങ്ങളും അനുവദിക്കും. പക്ഷെ ട്രാൻസ് കുട്ടികളാണെങ്കിൽ നമ്മൾ അനുവദിക്കില്ല. ട്രാൻസ് കുട്ടികളുടെ ഒരു സർജറി നമ്മൾ ഡിനൈ ചെയ്യണം. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടോ? ഇന്ത്യയിലല്ല, പല വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഈ മെനിനിസ്റ്റ് ഈ ഇൻസൽ മൂവ്മെന്റുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ പുറത്ത് കത്രിക വെക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളിയും ബഹളമൊക്കെ ആണല്ലോ. പക്ഷെ ഇതേ ഇപ്പൊ ഈ ഗൈനോ കണ്ടീഷൻ കുട്ടികളുടെ പുറത്ത് കത്രിക വെക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. അതായത് ഈ സിസ് ജെൻഡർ ആയിട്ടുള്ള കുട്ടികളുടെ ജെൻഡർ ഐഡന്റിറ്റിക്ക് അനുസരിച്ച് അവരുടെ ബോഡി എങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള സർജറികൾക്ക് അവർക്ക് കുഴപ്പമൊന്നും കാണില്ല. ഈ കുട്ടി ട്രാൻസ് ആകുമ്പോൾ മാത്രമാണ് ഈ കത്തി വെക്കുന്നത്. അത് എന്താണെന്ന് അങ്ങനെ എനിക്ക് പിടികിട്ടുന്നില്ലേ എതിർക്കുന്നത്. അവരെ വിചാരം മനഃപൂർവ്വം ഇങ്ങനെ മനഃപൂർവ്വം സാമൂഹിക പ്രഷർ കൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആവുന്ന സാമൂഹിക പ്രഷർ. പിന്നെ ഇതെന്തൊരു ഭയങ്കര കോൺസ്പിറസി തിയറിയാണ്. കുറെ ആളുകളെ ഇങ്ങനെ ആക്കി കുടുംബവും സമൂഹവും തകർക്കാൻ വേണ്ടി ഒരു ഭീകര സംഘടന. അമേരിക്കയിലെ ഇങ്ങനെ ഇതിനകത്ത് ഒരു ഇത് ഇട്ടിട്ടുണ്ട്, ഞാൻ അത് റീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരാളിരുന്ന് പറയുന്ന, ഒരു ചെറുക്കൻ ഇരുന്ന് പറയുന്നത് ഇങ്ങനെ അമേരിക്കൻ സ്കൂളുകളിൽ ഹോർമോൺ കൊടുക്കുന്നു, അതൊരു ഒരു സാധനം. പിന്നെ നമ്മുടെ ഈ ഫുഡ് കഴിച്ചിട്ട് ആൾക്കാരുടെ ഇത് മാറുന്നു, അങ്ങനെ കുറെ സാധനം, കുറെ കോൺസ്പിറസി തിയറി. ഒരു 1.5 മിനിറ്റ് പറഞ്ഞത് നമ്മൾ പറയണമെങ്കിൽ 4 മണിക്കൂർ എടുക്കും ഇതിനെതിരെ പറയണമെങ്കിൽ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആൾക്കാരുണ്ടാവും. പണ്ട് ഭരണഭൂമിക്കാരും ഈ ഫ്രൂട്ടിയില് ചോര എയ്ഡ്സ് വരുന്ന ആളുകൾക്ക് ഇപ്പൊ ഇന്റർനെറ്റ് വരുമ്പോഴത്തേക്കും അപ്ഡേറ്റ്. അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനെതിരെ ഇരുന്നിട്ട് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ആരും കേൾക്കാനും കാണത്തില്ല, ഇവര് പറഞ്ഞാൽ അത് കേൾക്കുകയും ചെയ്യും. ഞാൻ റീസെന്റ് ഷിജിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് ശരണ്യ മോളുടെ. അപ്പം അതിനകത്ത് ഗാസയെ കുറിച്ച് പറയുന്ന ബിറ്റ് ഇങ്ങനെ ഷെയർ ചെയ്ത് എനിക്ക് വന്നായിരുന്നു. അപ്പൊ അതിനകത്ത് കറക്റ്റ് സ്റ്റാൻഡാ പറഞ്ഞത്. അത് ആ ഒരു ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കലി എന്നോട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയേണ്ടത്. ഞാനിത് നമ്മുടെ രാജേഷിന്റെ അടുത്തതിന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചിട്ടായിരുന്നു. ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡേറ്റയൊക്കെ എടുത്ത് വെച്ച് പഠിക്കാറിയല്ലോ. അപ്പൊ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഡേറ്റയൊക്കെ എടുത്ത് നേരത്തെ വയ്ക്കുക, ഒരാളിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അത് എനിക്കറിയാം. നിങ്ങളുടെ രീതി എനിക്കറിയാം, അതിന്റെ എവിഡൻസ് കൊണ്ടുവരുന്നത്. ഇത് നമ്മളെന്ന് പറയുന്ന ഈ ഒരു സൈഡിലോട്ട് പോയിട്ട് എവിഡൻസ് എടുത്ത് തപ്പി ഇതായത് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു സാധനം കിട്ടുമല്ലോ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നു, മറ്റേ ഓപ്പോസിറ്റ് വേറെ സൈഡ് പറയുന്നു, ന്യൂസ് ഒരെണ്ണം പറയുന്നു, അങ്ങനെ ഓരോ ആൾക്കാർ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളും കേൾക്കാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ടും പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു ഇടയിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അവരുടെയൊക്കെ ഒരു സാമീപ്യം ഒരു 10-30 വർഷമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അറിയാമല്ലോ. ഈ വെളിയിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കണ്ട എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാമൂഹിക വിഷയത്തിൽ ആ സമൂഹത്തിന്റെ വിഷയത്തിൽ എനിക്ക് വെളിയിൽ നിന്നൊന്നും ഒരു എവിഡൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ. അപ്പൊ നമ്മൾ മറ്റേ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ അതൊന്നും ഇവിടെ ഞാൻ എടുക്കത്തില്ല. ഞാൻ ഇവിടെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ആ കാര്യത്തിൽ യുക്തി എൻ്റെ ഇമോഷൻസിലാണ് ഞാൻ അവരെ കൂടെ നിൽക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. മെഡിസിൻസ് ഞാൻ വേറെ അതിനകത്ത് ആ വീഡിയോ തന്നെ ഞാൻ പറയുന്നുണ്ട്. മെഡിസിൻസ്, ആഹാരം, വസ്ത്രം, വെള്ളം, ഈ അവരുടെ ആ ഒരു വീട്, ഇതൊക്കെ നഷ്ടപ്പെടുന്നവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റും. അല്ല അത് ഇല്ലാതാക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുകയില്ല.
ഒറ്റയടി വാചകം അത് തന്നെയാണ്. അപ്പൊ പിന്നെ അപ്പോൾ 87-ലാണല്ലോ ഇതുവരെ ഉണ്ടാകുന്നത് നമ്മൾ ഹമാസ്. അപ്പൊ ഹമാസ് ഇല്ലായിരുന്നെങ്കിൽ അപ്പൊ ഞാൻ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ രാജേഷിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ഇവര് ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. പറഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടെന്ന് രാജേഷിന്റെ പറഞ്ഞ് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു, ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം, ചില രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെടാം, അങ്ങനെ. അപ്പൊ ചില രാജ്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നു. അപ്പൊ എനിക്ക് തന്നെ ഇതൊന്നും അറിയത്തില്ല കേട്ടോ, ഏതൊക്കെ രാജ്യം ഇവരെ ടെററിസ്റ്റ് ആയിട്ട് കാണുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ത്യ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പറയാമോ, അല്ല ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പറയാമോ എനിക്കറിയില്ല. നമ്മളാ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത ഒരു സാധനം ഇല്ലേ, ഇവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്നേ അവിടെ ആ സ്ഥലങ്ങളെല്ലാം അവരുടെ തന്നെയാവും, നമ്മൾ അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഒരു വേറൊരു രാജ്യത്ത് എന്ത് നടക്കുന്നു ചിന്തിച്ചിട്ട്, കേരളത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ കഥയും കവിതയൊക്കെ എഴുതിയിരിക്കും, ബട്ട് നമ്മളൊന്നും അറിയാൻ പോകുന്നില്ല. യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ഇത് അറിയാൻ പോകത്തില്ല. കാര്യം അവർക്ക് 100 കൂട്ടം വേറെ പ്രശ്നമുണ്ട്. നമുക്ക് ഫെമിനിസം എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങളിലൂടെ നടക്കുന്നു, നമ്മൾ ആ യേശു ഒരു സൈഡിൽ നടക്കുന്നു, കൃപാസനം വേറെ സൈഡിൽ നടക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഇവരെ എടുത്ത് വെച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എടുക്കുന്നു. നമ്മൾ ശരിക്കും കുറച്ച് ചിന്താശേഷിയുള്ള ലോകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഫലസ്തീന് സപ്പോർട്ട് കിട്ടുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. കാര്യം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് മനുഷ്യർ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലേ? മറ്റ് നമ്മൾ കോങ്കോ ആഫ്രിക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് എന്തുകൊണ്ടാണ് ഇവര് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, നിരീശ്വരവാദി സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല അതിനകത്ത്, അല്ലേ? മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിംസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊന്നും ഇല്ല. ബാക്കി എല്ലായിടത്തും നടക്കുന്ന ക്രൂരതയാണ്. ഇനി അങ്ങനെ ഇനിയിപ്പോ മുസ്ലിംസ് അവിടെ നരയിക്കുന്നതുകൊണ്ട് മുസ്ലിംസ് സപ്പോർട്ട് അങ്ങനെ ആവാം, ബട്ട് നമ്മളുടെ ഒരു രീതിയിൽ ഞാൻ അതിനങ്ങനെ കാണുന്നില്ല. എന്നോട് കുറെ പേര്, ഞാൻ ഈ ഗാസ പ്രശ്നം പറയുമ്പോൾ അവര് ഇതെല്ലാം കേട്ടിട്ട് അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതൊക്കെ ശരി, പക്ഷെ ഇവിടെ കുറെ മുസ്ലിംസ് ഉണ്ട്, അവര് ഇതിന് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അതിന്റെ ഇത് വേണ്ടെന്നുള്ളതാണ്. ഇവര് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ്. അപ്പൊ ഇവരോടുള്ള ദേഷ്യമാണ്, ഇവിടെ ഉള്ള കുറച്ച് ആളുകളോടുള്ള ദേഷ്യം കാരണമാണ് ഇവര് പറഞ്ഞത്. എന്നാ അതുകൊണ്ട് ഞാൻ അതായത് ഇവരെ നോക്കി രാഷ്ട്രീയം, ഇവരെന്ത് പറയുന്നു അതിന് ഇവര് നാളെ ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭൂമി തയ്യാറാണ് നിൽക്കുക. ഇനി ഇവര് പറഞ്ഞില്ലേ, അതാണ്. പക്ഷെ അവര് മറ്റു ഓപ്പോസിറ്റ് ഇത് വരികയാണെങ്കിൽ അത് എടുക്കുകയില്ല. മീൻസ് ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ സംഖ്യകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത് ന്യായം എടുക്കത്തില്ല. സംഖ്യകൾ പറഞ്ഞാൽ സംഖ്യകൾ പറഞ്ഞാൽ എന്താ, ആര് ഭൂമി ഉരുണ്ടതാന്ന് സംഖ്യ ആര് പറഞ്ഞാലും എടുക്കണം, ആ ന്യായം കൊണ്ടുവരും. നല്ലത് പറയുന്നവർ എടുക്കണ്ടേ, അപ്പൊ ആ രാഷ്ട്രീയം എടുക്കാം. ഇവിടെ ഇവർ എന്ത് പറഞ്ഞാലും എടുക്കണമെന്നാണ്. അത് ശരി, കറക്റ്റാണ് കേട്ടോ. ഫുൾ സപ്പോർട്ട് അവർക്ക് വേണ്ടി വരുമ്പോഴത്തേക്കും മനുഷ്യരായിട്ടുള്ള കുറച്ച് പേര് ഇവർക്കൊപ്പം നിൽക്കും, അല്ലേ? തോറ്റവർക്കൊപ്പം നിൽക്കും, നിൽക്കും, ഉറപ്പായിട്ട് നിൽക്കും. അതിലിപ്പോ അപ്പൊ പറയണത് നമ്മള് മറ്റേ എന്റെ അടുത്ത് പറയുന്നുണ്ട്, അവര് 1500 പേരെ കൊന്നില്ലേ, അവരാരും യുക്തിവാദികളല്ലേ ഈ കൊന്നവരെ, യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടാണോ പോയി കൊല്ലുന്നത്. നമ്മളത് കൊല്ലുന്നവരുടെ കൂടെ നിൽക്കത്തില്ല, ഓഫ് കോഴ്സ് നിൽക്കത്തില്ല. ബട്ട് ആ ഒരു ചിന്ത അവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് സാർ നമ്മൾ യുക്തിവാദികളാണ്, നമ്മൾ ആരെയും കൊല്ലുന്നില്ല എന്നുകൊണ്ട് കാര്യമില്ല. ഈ യുക്തിവാദികളെ ഇപ്പം അവിടെ കൊണ്ടുവച്ച് അവര് പോയി ഇവിടെ കുറെ മതപ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ പലസ്തീൻ പ്രശ്നം മാറും തോന്നിയിട്ടുണ്ട്? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ഇവരെ എടുക്കാനുള്ളത്. 87 രൂപപ്പെട്ട ഈ സംഘടന എടുക്കുന്ന അപ്പോഴും അവരുണ്ടെങ്കിൽ ആ യുക്തിവാദികൾക്ക് ജീവിക്കാൻ പറ്റും. അത് ശരിയാ, കാരണം ബോംബ് വന്ന് വീഴുന്നത്. അതെ, ബോംബിനെ എതിർക്കാൻ അവർക്ക് നമ്മൾ യുദ്ധം വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും അവിടെ യുദ്ധം ഉണ്ടല്ലോ, നമുക്കിവിടെ ഇരുന്ന് പറയാം. പക്ഷെ അവിടെ ഇത് കാലങ്ങളായിട്ട് അനുഭവിക്കുന്നവരുണ്ട്, വീട് നഷ്ടപ്പെടുന്നവരുണ്ട്, എല്ലാം നഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പൊ നമ്മള് TV കാണുന്ന ചിലപ്പോൾ പകുതി മുക്കാലി ചെറിയ സാധനങ്ങളൊക്കെ ആയിരിക്കും. നേരിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ നമ്മളെടുത്ത് പറയുന്നത് നമുക്കറിയാം, അതെല്ലാം പോയി, ഇന്നാൾ മരിച്ചു. നമ്മളിവിടെ കേൾക്കുന്നില്ലല്ലോ. നമ്മൾ കേൾക്കുന്ന ട്രെയിൻ തട്ടി ഒരാൾ മരിക്കുമ്പോൾ നമ്മളിവിടെ എന്തെല്ലാം. ഇപ്പൊ കോട്ടയത്ത് ഒരു അമ്മ 2 കൊച്ചുങ്ങളെ വെച്ച് ട്രെയിനിന്റെ മുന്നിൽ ചാടിയില്ലേ, അപ്പൊ നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി, ആ കുട്ടികളുടെ വികാരത്തിനൊക്കെ വേണ്ടി നമ്മൾ സംസാരിക്കുന്നു, ഇല്ല, എല്ലാം ചെയ്യുന്നില്ലേ? ഇതുപോലെ ആ പാലസ്തീനിൽ മരിക്കുന്നവരുടെ വീട്ടുകാര് നമ്മുടെ അടുത്ത് നേരിട്ട് പറയും. അപ്പൊ നമ്മള് ഇത് TV-ലൊന്നും വരത്തില്ല, അല്ലേ? ഈ ചില ആൾക്കാർക്ക് സ്വന്തം ആൾക്കാർ നഷ്ടപ്പെടുമ്പോൾ അവരുടെ വിഷമങ്ങൾ ഭയങ്കര വലുതായിരിക്കും. അപ്പൊ TV-യിൽ ചിലപ്പോൾ 1500 പേര് ഇവിടെ മരിച്ചു, 60,000 പേര് ഇവിടെ മരിച്ചു എന്നൊക്കെ മാത്രം ന്യൂസുകളായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും യുക്തിപരമായിട്ട് കൊണ്ടുവച്ച് ഇട്ട് എവിഡൻസ് ഒക്കെ എടുത്ത് നിരത്തി വെച്ചിട്ട് മറ്റേ വേറൊരു രാജ്യത്തിരുന്നുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് ചർച്ച നടത്താം. യാഥാർത്ഥ്യം ചിലപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി വേറെ ആയിരിക്കും. അത്
ഇതേപോലെ തന്നെ ഈ ഒപ്രസ്ഡ് ആളുകളുടെ കൂടെ നിൽക്കുക എന്നതാണ് എനിക്ക് മനസ്സിലായത്. അടിച്ചമർത്തപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക എന്നതാണ്. അപ്പോ ഈ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ ഭയങ്കര മാന്യരായിട്ട് പെരുമാറണം എന്നതാണ് എപ്പോഴും ഉള്ള ഒരു സോഷ്യൽ ഡിക്റ്റേഷൻ. അതായത് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഫെമിനിസം പറയുമ്പോൾ നമുക്ക് LGBT എക്സാമ്പിൾ അതെ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ളവര് മാന്യമായി പെരുമാറില്ല. അവര് തെറി പറയുന്നു. അവര് നോക്കൂ ട്രെയിനില് എന്നെ തോണ്ടി, ഇവിടെ അവര് തുണി ഇങ്ങനെ പൊക്കി കാണിച്ചു, അപ്പം അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്ന ആളുകൾ ഭയങ്കര മാന്യന്മാരായിട്ട് ഇരിക്കുന്ന ഈ ഒരു മെന്റാലിറ്റിയെ കുറിച്ച് എന്താണ് പറയുന്നത്? അതാണ് ഞാൻ ഇതിൽ ഒറ്റ മെന്റാലിറ്റി ഉണ്ട്. എല്ലാവരിലും നല്ലവർ എവിടെയായിരുന്നാലും നല്ലവർ, ഈ മതത്തിനകത്തായിരുന്നാലും LGBTQ-യിലായിരുന്നാലും ഇനി എവിടെയായിരുന്നാലും ഈ നിരീശ്വരവാദികളുടെ അകത്തായിരുന്നാലും നല്ലവർ തന്നെ. മോശപ്പെട്ടവർ എവിടെയായിരുന്നാലും മോശപ്പെട്ടവരാണ്. മോശപ്പെട്ടവർ ഇപ്പോൾ ഒരാൾ കൊലപാതകം ചെയ്ത് LGBT ആയതുകൊണ്ട് നിങ്ങൾ കൊലപാതകം ചെയ്തിരിക്കുന്നത് നമ്മൾ വിട്ടയച്ചിരിക്കുന്നു പറയുന്നത് ആരൊന്നുമില്ല. തെളിവൊക്കെ ഉണ്ടെങ്കിൽ ആ ആളിനെ ശിക്ഷിക്കും. ഇന്ത്യയിൽ തെളിവ് വെച്ചിട്ടല്ലേ ശിക്ഷ കൊടുക്കുന്നു. അവിടെ പെണ്ണായതുകൊണ്ട് ശിക്ഷിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അലിമണിയുടെ വിഷയം നമ്മൾ പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് എനിക്ക് അലിമണി കിട്ടും. അല്ലേ, എനിക്ക് കിട്ടും. ഞാൻ വാദിക്കും, ഞാൻ ജയിക്കും. എൻ്റെ അടുത്ത് ഫുൾ തെളിവുണ്ട്, പ്രൂഫുണ്ട്. ഞാൻ പ്രൂഫ് കാണിച്ചാൽ മതി. സോഷ്യൽ മീഡിയയിൽ അനേകം പ്രൂഫ് കിടപ്പുണ്ട്. ഞാൻ ഡിവോഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനു ഡിവോഴ്സ് ചെയ്തു, അപ്പൊ എനിക്ക് അലിമണി കിട്ടും. ഞാൻ അങ്ങനെ ആവുന്നല്ല പറയുന്നത്. പ്രൂഫ് ഉണ്ടെങ്കിലാണ് ഇതിനൊക്കെ ഒരു ഇതുള്ളത്. ഇപ്പൊ സ്ത്രീകൾക്ക് അലിമണി കിട്ടാത്ത എത്ര കേസുകളുണ്ട്, ഇഷ്ടം പോലെ എൻ്റെ വീട്ടിലുണ്ട്. അതായത് അവര് നരകിച്ചോണ്ടിരിക്കുകയാണ്, പ്രൂഫില്ല. അപ്പൊ അവര് നരകിച്ചോ. പ്രൂഫ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് എവിടെയെങ്കിലും സംരക്ഷണം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അത് ചുമ്മാ ഈ ഇവര് പറയുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് പൈസ കൊടുക്കേണ്ടി വന്നു, അതുകൊണ്ട് ഞാനിതിനെതിരെ. അപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഈ സാധനം അലിമണിയുടെ സാധനം ഇട്ടപ്പോൾ എനിക്കൊരു ഒരാൾ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ റിയാലിറ്റി അറിയണം. റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൈസ മൊത്തം പോയി. അപ്പം ഞാൻ ഫസ്റ്റ് തുടങ്ങി അവരുടെ കേസ് പറഞ്ഞു. ഓരോന്ന് പറഞ്ഞു വന്നപ്പോൾ പുള്ളി എങ്ങനെയൊക്കെ പറ്റിച്ച് ഇവരിൽ പൈസ ഉണ്ടാക്കാന്നുള്ള സാധനം അയ്യാക്കത് അറിഞ്ഞൂടാ. നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. അതായത് ഇവിടെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. അവർ കൊണ്ടുവന്ന സ്വർണ്ണങ്ങളൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം വെച്ച് വീട് വെച്ചു. എന്നിട്ട് അവസാനം നീ ഇത് കൊടുക്കേണ്ടി വരുമോ, നീ ഇതിപ്പോൾ കൊടുക്കേണ്ടി വരുമല്ലേ, നിയമപരമായിട്ട് അങ്ങനെ. ഞാൻ പറഞ്ഞു സ്ത്രീധനം, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചെറിയ ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, കേരളത്തിലെ ആൾക്കാരുടെ മനസ്സിലുണ്ട്. സ്ത്രീധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കുറ്റകൃത്യം പോലെയാണ് കാണുന്നത്. സ്ത്രീധനം കുറ്റകൃത്യമല്ല. സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയുടെ ധനം. ഡൗറി എന്ന് ഇംഗ്ലീഷിൽ ഒരു വേർഡുണ്ട്, അതാണ് കുറ്റകൃത്യമായിട്ട് ഇന്ത്യൻ നിയമത്തിലുള്ളത്. ഡൗറി എന്ന് പറഞ്ഞത് അതിൻ്റെ മലയാളം നിധി എന്തൊക്കെ ആയിരിക്കും, അടിച്ചൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത് പുരുഷന് ഇപ്പം എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ എനിക്കൊരു ഗിഫ്റ്റായിട്ട് തരികയാണെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കാനുള്ള സാധനമൊന്നുമല്ല. ഗിഫ്റ്റ് അവരെനിക്ക് കാറ് ഗിഫ്റ്റ് തരുന്നു, തരുന്നു. ഇവിടെ കുറ്റകൃത്യമല്ല, ഒന്നുമല്ല. ഞാൻ ചോദിച്ച് മേടിക്കുന്ന സാധനമാണ് പ്രശ്നം. ഞാനിവിടെ കല്യാണ സമയമാകുമ്പോൾ എനിക്ക് 10 ലക്ഷം രൂപ വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് വീട് വേണം, ഇതിന് തെളിവും വേണം, എങ്കിലേ ശിക്ഷയും കിട്ടും. അത് വേറെ കാര്യം. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് മരിച്ച് ഭാര്യ തൂക്കിച്ച് ഒന്നു, മറ്റേ ഷാർജയിൽ 2 മരണം നടന്നു. അപ്പോഴൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീധനത്തിന്റെ ഇത് ഉടനെ വരും. സ്ത്രീധനം ഉടനെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീധനം എന്ന് വെച്ചാൽ സ്ത്രീ കല്യാണത്തിന് ചിലപ്പോൾ അന്നിട്ട് ആഭരണം ഒരിക്കലും ഇവർ സ്ത്രീധനമായിട്ട് പറയുന്നു. അത് ഇപ്പം എൻ്റെ മകൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിച്ചു വിടുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ മകൾക്ക് സ്വർണം കൊടുക്കും. അവളുടെ വസ്ത്രത്തിനെ പോലെ തന്നെയാണ് സ്വർണം, അല്ലേ? വസ്ത്രത്തിനെ പറ്റി ഇവിടെ ആരും പറയത്തില്ല അത് സ്ത്രീധനമാണെന്ന്. സ്വർണ്ണം ഇട്ടാൽ അപ്പം സ്ത്രീധനമായി. അത് സ്ത്രീയുടെ ധനം. അത് അവൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൾ തിരിച്ചു കൊണ്ടുവരാൻ അറിയും. അവൻ കൊടുക്കുകയും വേണം. അവൻ എടുത്ത് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ആ സമയത്ത്. അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇത് പ്രശ്നമൊന്നും അല്ല, അത് പ്രശ്നമല്ലല്ലോ. ഇപ്പൊ പ്രതീഷിന്റെ വൈഫും പ്രതീഷും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരും ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ അത് വെളിയിൽ വരുന്നതും കേസാവുന്നതും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. നിങ്ങളുടെ പൈസയോ നിങ്ങൾ ആര് ജോലി ചെയ്യുന്നു, നിങ്ങൾ ആര് കുക്ക് ചെയ്യുന്നു മറ്റൊരാളാകേണ്ട ആവശ്യമില്ല. അത് സമൂഹത്തിന്റെ വിഷയമേ അല്ല, അല്ലേ? സമൂഹത്തിന്റെ വിഷയമാണ് അത് നിങ്ങളുടെ ആര് ജോലി ചെയ്യുന്നു എന്നുള്ളത് അല്ല. അത് നമ്മൾ പറയുമ്പോൾ അവകാശങ്ങൾ പറയും. ഇപ്പൊ എൻ്റെ വൈഫിന് അവകാശങ്ങളുണ്ട്, എനിക്ക് അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ നമ്മൾ സമൂഹത്തിൽ ധരിപ്പിക്കുമ്പോഴാണ് അടുത്ത തലമുറയിൽ ഇത് എല്ലാവരും ചെയ്യേണ്ട ജോലിയാണെന്നും എനിക്കും ചെയ്യാമെന്നും, അല്ലേ? എനിക്കും വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ 2018 വെള്ളപ്പൊക്കം വന്ന വെച്ചിട്ടാണ് ഫെമിനിസ്റ്റുകൾ തർക്കിക്കുന്നത്. ആണുങ്ങൾ ബലം കണ്ടില്ലേ, നമ്മളല്ലേ വള്ളം കൊണ്ട് തോണ്ടി എല്ലാം രക്ഷപ്പെടുത്തിയത്. ശരിക്കും പറഞ്ഞാൽ മസിലല്ല മീൻ പിടിക്കുന്നത് ട്രിക്കാണ്.
വള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കത്തില്ലേ, അതിന്റെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് അത് മസിലല്ല. ഇപ്പൊ മസിൽ ജിമ്മിന്ന് കുറെ പേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ഈ പിടിക്കും. പറയുന്നവന്മാരൊന്നും അല്ല രക്ഷിച്ചത്, അത് വേറെ കാര്യം. അല്ല രക്ഷിച്ച ഞാൻ പറയുന്നത് കുട്ടിക്കാലം തൊട്ട് വീട്ടില് ഒരു മീൻ പിടിക്കാനായിട്ട് വള്ളവും വലയും സ്ത്രീകളെയും കൂടെ കൊണ്ടുപോയി പരിശീലിപ്പിക്കുന്ന അപ്പനാണെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിലെ പെമ്മക്കള് 2028 വെള്ളപ്പൊക്കത്തിൽ രക്ഷിക്കും. ഇത്രയേ ഉള്ളൂ. അത് പ്രാക്ടീസ് കൊടുക്കുന്നതല്ലേ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ മസിൽ പവറേ അല്ല മീൻ പിടിക്കുന്നത്, വള്ളം തുഴയുന്നു. ഇതിലൊരു രസകരമുണ്ട്. ഈ മെനിനിസ്റ്റുകൾ ഇവ ഈ വള്ളത്തിന്റെ കാര്യമല്ല. അപ്പൊ എനിക്ക് വന്നൊരു തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവര് ഈ 2018 ദുരന്തം വന്നപ്പോ കുറെ ആളുകൾ വന്ന് രക്ഷിച്ചതെല്ലാം ആണുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീൽ യെസ് ഇവര് കേട്ടോ നമ്മൾ ആണുങ്ങളതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷിച്ച ആണുങ്ങൾ പലപ്പോഴും ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ വളരെ താഴെയുള്ള മനുഷ്യരായിരിക്കും. അതായത് മുക്കവര് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിലുള്ള മനുഷ്യരാണ് രക്ഷിച്ചത്. ഇവരുടെ ജോലിയോ ഇവരുടെ വീട്ടിലുള്ള കല്യാണ ബന്ധങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടമല്ല, മെനിനിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല. ഇതേ മെനിനിസ്റ്റുകൾ എന്ന് പറയും ജാതി നല്ല സംഭവമാണ്. കുറച്ച് ഈ ഇവരൊക്കെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് കഴിവില്ല, അവർക്ക് ഐക്യു കുറവാണ്, അവർക്ക് ഐക്യു കുറവ്, അവരൊക്കെ നികൃഷ്ട ജീവികളാണ്. അതായത് സ്വന്തം കാര്യം വരുമ്പോൾ, സ്വന്തം ആ സോഷ്യൽ പ്രിവിലേജിന്റെ കാര്യം വരുമ്പോൾ ഇവർക്ക് ജാതി മതമൊക്കെ എടുത്ത് ഇവരെല്ലാം മോശം മനുഷ്യന്ന് പറയും. പക്ഷെ ഇവർക്ക് സ്ത്രീകളുമായിട്ട് യുദ്ധം ചെയ്യണം, പെണ്ണുങ്ങളുമായിട്ടും ഫെമിനിസ്റ്റ്, ഇവരാണ് ഞങ്ങളെ രക്ഷിച്ചത് കൊണ്ട് ഈ ആണുങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കുന്നതാണ്. അപ്പൊ ഈ ഇങ്ങനെ അവരുടെ ഓരോ തർക്കത്തിന് വേണ്ടി ഓരോരോ സംഭവത്തിൽ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം. നമുക്ക് നേരത്തെ ആ പോയിന്റിലേക്ക് വരാം. അപ്പൊ ഈ അപ്രസ്റ്റായ ആളുകളെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ, ഇപ്പൊ ഷിജിൻ പറഞ്ഞല്ലോ മോശം മനുഷ്യർ എല്ലായിടത്തും ഉണ്ടായിരിക്കും. ഇവരെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ഒരേ രീതിയിലായിരിക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ചിലർ പറഞ്ഞ എല്ലാവരും ഒരേ രീതിയിൽ വിമർശിക്കണം. ഇപ്പൊ LGBTQ മോശം ആളുകളുണ്ടെങ്കിലും ഒരേ രീതിയിൽ വിമർശിക്കണം, എന്തെങ്കിലും സ്ത്രീകൾ മോശം അവരെ ഒരേ രീതിയിൽ ഇല്ല, ഞാൻ വിമർശിക്കാറില്ല. നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കി, എനിക്കറിയാവുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഏകദേശം അവര് ഇത് വീട്ടില് അറിഞ്ഞ ഉടനെ പുറത്താക്കപ്പെട്ടവരാണ്. അപ്പൊ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളുമായിട്ട് ഇവരെ കമ്പയർ ചെയ്തിട്ട് അവരെ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാൾ, ഒരു കളക്ടർ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതേ രീതിയിൽ ഇവരെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവർ രണ്ട് ഇതായി. ഇപ്പൊ കേരളത്തിൽ തന്നെ കളക്ടർ വണ്ടി ഓടിച്ച് കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ കാട്ടി കുറ്റകൃത്യം ചെയ്തതായിട്ടല്ലേ കാണുന്നത് ഒരു അല്ലേ? പ്രോപ്പറായിട്ട് ഇത് നിയമം നടപ്പിലാക്കാനുള്ള ആൾ. അതുപോലെയാണ് ഞാൻ ഇതിനെയും മനസ്സിലാക്കുന്നത്. അതായത് ഇവർക്ക് ഇപ്പൊ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടെ തന്നെ അവർക്ക് ആ ഫാമിലിയിൽ ഇങ്ങനെ പോവാം. ഇപ്പൊ തന്നെ ഇതിനെ എതിർക്കുന്ന എല്ലാ വീടുകളിലും മെജോറിറ്റി ഓഫ് ഗേയും ലെസ്ബിയനും ഒക്കെ കാണും. അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. ആരും ഇവിടെ എതിർക്കുന്നവരുടെ ഒരു വീട്ടിലുള്ള ആള് എങ്ങനെ തുറന്നു പറയും? എന്റെ വീട്ടിൽ തുറന്നു പറയുന്ന ആൾക്കാർ ജനിക്കും, ഞാൻ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യും അല്ലേ? അതേസമയം ഈ പറയുന്ന ഇവരെ എതിർക്കുന്ന, ഇവരെ ഒരിക്കലും അംഗീകരിക്കാത്ത, എന്നാൽ ഇവരെ ചേർത്ത് നിർത്തണമെന്നാ പറയുന്നത്, ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഇത് എന്തോ ഒരു മാനസിക പ്രശ്നമായിട്ട് കാണുന്ന എന്ന് അവർ തന്നെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിടണമെങ്കിൽ ഞാൻ പറയുന്ന അവരുടെ ഫാമിലിയുടെ ഒറ്റ ആള് തുറന്നു പറയത്തില്ല. കാര്യം അവരെ വീട്ടിൽ അവരെല്ലാം ബഹുമാനിക്കുന്ന ഒരാളാണ് പറഞ്ഞിരിക്കുന്നത്. അതും 500-600 ഫോളോവറുള്ള ആൾ പറയാണ് ഇത് നമ്മളെ വീട്ടിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങളിത് പഠിപ്പിച്ചാണ്. അപ്പൊ പിന്നെ ലാഭം പറയത്തില്ല. ഇപ്പൊ തന്നെ കൂടുതൽ എങ്ങനെയാ തുറന്നു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ ഇതൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടല്ലേ അവർക്ക് ധൈര്യപൂർവ്വം വന്ന് പറയാനും സോഷ്യലി അവർക്ക് ചേഞ്ച് ആവാൻ പറ്റുന്നു. ഒരു ആണിന് സാരി കൊടുത്ത് നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ നടക്കുന്നു? ഇത്രയും ഷെയിം കിട്ടുന്ന ഒരു നാട്ടില് അവർ നടക്കണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടിയതുകൊണ്ടാണ് അല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സാരി കൊടുത്ത് നടക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ സാരി കൊടുക്കണമെന്നില്ല, ബട്ട് അതൊരു സോഷ്യൽ ആയിട്ട് അവർ ചേഞ്ച് ആവാൻ തീരുമാനിക്കുന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മെജോറിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് അവിടെ ഷെയിം ഇല്ല. ഷെയിം ഉണ്ട് ഒരു സൈഡിൽ കൂടെ, ബട്ട് അപ്പോഴും അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇത് രണ്ടും ഒരു സപ്പോർട്ട് മാത്രം ഇല്ല, ഷെയിമിങ് മാത്രം ഉള്ളെങ്കിൽ അവരൊരിക്കലും സാരി കൊടുക്കാൻ പോണില്ല, സർജറിയും ചെയ്യാൻ പോണില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് ഈ ഇന്ത്യയില് സെക്സ് ചേഞ്ച് ചെയ്ത് ലീഗലി ചേഞ്ച് ചെയ്യാം. ഇപ്പൊ അമേരിക്കയിൽ നമ്മൾ ട്രംപ് പറഞ്ഞു ഇവിടെ ഇനി ആണും പെണ്ണും ഉള്ളൂ. ഒന്നും അവിടെ നടന്നിട്ടില്ല, ബട്ട് അയാൾ ഇങ്ങനെ പറയുന്നു ആണും പെണ്ണും ഉള്ളൂ എന്ന് പറയുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന ലീഗലി മാറ്റാൻ പറ്റില്ലെന്നാണ്. സോഷ്യലി അവർ മാറും, സോഷ്യലി തടുക്കാൻ പറ്റത്തില്ലല്ലോ. സോഷ്യലി തടുത്തു കഴിഞ്ഞാൽ വലിയ വമ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പൊ വിമർശനം ഈക്വൽ ആവാൻ പാടില്ല. വിമർശനം ഒരിക്കലും ഈക്വൽ ആവാൻ പാടില്ല. വിമർശനം ഞാൻ ഇവരെ വിമർശിക്കുകയില്ലെന്ന്,
അവര് ചെയ്യുന്ന സാധനത്തിനെ ഞാൻ വിമർശിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഒരു പെണ്ണുങ്ങൾ കുറച്ച് പേര് ഒരു ആണിനെ അടിച്ചു. ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇപ്പൊ ശ്രീലക്ഷ്മിയും ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ അവരും എല്ലാം കൂടെ ചേർന്ന ഒരാളിനെ അടിച്ചിട്ട് ഭയങ്കര ചർച്ചയാണ്. രണ്ടാണുങ്ങൾ എന്നും കൂടെ കിടന്ന് അടിവിടുന്ന ഇവിടെ ചർച്ചയില്ലല്ലോ. അപ്പൊ സ്ത്രീകൾ അടിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതില് ഇതാണോ ഫെമിനിസത്തിന്റെ ഗുണങ്ങൾ, ഇതാണോ സ്ത്രീ ശാക്തീകരണം, ഇതാണ് ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ നടക്കുന്നത് കണ്ടോ? ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ അടിപൊളിയാ, കുടിച്ചിട്ട് അടി എല്ലാം അടിയാ. പക്ഷെ ഇവിടെ ഒരു പെണ്ണടിക്കാൻ പറ്റത്തില്ല, അടിച്ചുകൂടാ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഒരേ കണക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. ഇത് വളരെ മിസ്സിംഗ് ആയിട്ട് ഒരു പോയിന്റാണ് ഈ ഒരേ അളവ്. കാരണം ഈ പല ആളുകളും ഞങ്ങൾ ഒരേ അളവിൽ വിമർശിക്കണം എന്നുള്ളൊരു സംഭവമുള്ള ആളുകൾ. അതാണ് അവർ ഈക്വാലിറ്റി ആയിട്ട് കാണും. നീതിയില്ല, അത് അനീതിയാണ് സത്യത്തിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചോറ് ഒരേ അളവിൽ ബിരിയാണി കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ആ സാധനമില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നില്ല, ഞാൻ അതിനെയൊക്കെ അനീതിയായിട്ട് വേണം. ഈക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നീതിപൂർവമായിരിക്കണം. ഓക്കെ, നമുക്ക് സംവരണത്തേക്ക്, സംവരണ വിഷയം ഭയങ്കര അടുത്ത ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ഞാൻ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വർഷം. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഷിജിന്റെ കൂടെ ഒരു ഒപ്പീനിയൻ എന്താണ്? സംവരണം ചോദിക്കുക, എനിക്ക് പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ചോദിച്ചാലൊക്കെ പറയുക. അല്ല, ഈ സംവരണം മെറിറ്റിനെ ബാധിക്കുന്നു എന്നാണ് പല നിരീശ്വരവാദികളും സംഘികളും. എങ്ങനെ ബാധിക്കുന്നു പറയണം. അതായത് ഇപ്പം നിങ്ങളിപ്പോ ജാതി സംവരണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിവില്ലാത്തവരെയാണ് നിങ്ങൾ എടുക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളൊരു ഡോക്ടറിനെ എടുക്കുവാണെങ്കിൽ ഒരു ഞാൻ കഴിവേറി എന്നാണ് പറഞ്ഞത്, കഴിവേറിയ ഒരു ഡോക്ടറും സംവരണത്തിൽ കൂടെ വന്ന ഡോക്ടറും എടുക്കുമ്പോൾ ഈ കഴിവ് കുറവായിരിക്കും അയാൾക്ക് എന്നാണ് ഒരു പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും എന്താണ് ശുചി അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ആദ്യം നമ്മൾ പറയുന്നത് ഡോക്ടറിനെ പറ്റി പറയാം. ഡോക്ടറിനെ പറ്റി പറഞ്ഞ വെച്ചാൽ നമ്മുടെ നാട്ടില് ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും പൈസ കൊടുത്തിട്ട് പഠിച്ച് എടുക്കുന്നു. എനിക്ക് പർട്ടിക്കുലർ എന്റെ വീട്ടിലൊക്കെ ഇതേ കണക്ക് തന്നെ സംഭവിക്കുന്നു. അല്ലാതെ ഡോക്ടർ ആക്കുക എന്നുള്ളതാണ്, ആക്കുകയാണ്. അപ്പൊ പിന്നെ ആർക്കും, അപ്പൊ പിന്നെ എന്റെ അഭിപ്രായത്തില് ഈ സംവരണത്തിലൂടെ വരുന്ന ആൾക്കാരും അവരെ ആരും ആക്കാനില്ലല്ലോ. മറ്റേതിപ്പോ എന്റെ മകനെ വേണേ എനിക്ക് ഡോക്ടറാക്കാം അല്ലേ? പൈസയൊക്കെ ഉള്ളവർക്ക് ഡോക്ടറാക്കാൻ ഈസിയാണ്. അപ്പൊ അത് പൈസ ഉള്ളവർ ഇത്. പിന്നെ ഈ പഠിച്ച് ഡോക്ടറാവാൻ വേണ്ടി വരുന്നവർക്ക് ആവാൻ പറ്റുന്നുണ്ടോ? ഇത് ഈ പറയുന്ന സംവരണത്തിലൂടെ വരുന്നവരുള്ളത് കൊണ്ട് പഠിച്ച് കഴിവുള്ള പൈസ നമുക്ക് വിടാം. പൈസ 50 പേരെ നമുക്ക് ഒഴിവാക്കാം. പൈസ കൊടുത്ത് പഠിക്കുന്ന ഡോക്ടറെ ഒഴിവാക്കിയിട്ട് ഇനി 50 പേര്. ഈ 50 പേരിൽ പൈസ ഇല്ലാത്ത, അല്ലെ, സാമ്പത്തികം ഇല്ലാത്ത, എന്നാൽ ഈ പറയുന്ന സംവരണവും കിട്ടാത്ത കുറെ പേരുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറാവാൻ പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല. അപ്പൊ അവര് ഡോക്ടറായിട്ട് ഒന്നും ഇല്ല. ഇവിടെ ഡോക്ടറായി കഴിഞ്ഞല്ലേ പൈസ കൊടുത്തിട്ട്, പിന്നെ എന്തിനാ ഇവര് ഡോക്ടർ ആവുന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ വേറെ വഴിയുണ്ട്. ഇത് എല്ലാവരും ഡോക്ടറാണോ അതിന്റെ റൂളും ഉണ്ടാ ഒന്നുമില്ലെന്ന്. അത് വെറും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു വികലമായിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവരും ഡോക്ടർ ആവണം, അതാണ് ഈക്വാലിറ്റി. നിനക്കൊന്നും വേറെ പണിയെടുക്കാൻ പോയി എന്തെല്ലാം പണിയുണ്ട് ഇവിടെ. ബ്രാഹ്മണര് കുക്ക് ചെയ്ത് ജീവിക്കുന്നു, നിങ്ങൾ തന്നെ കംപ്ലൈന്റ് പറയുന്നു ബ്രാഹ്മണർ കുക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ അവർ തള്ളി മാറ്റിട്ട് നിങ്ങൾ കുക്ക് ചെയ്യും. ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എനിക്ക് 2-3 വർഷം മുമ്പാണ്, നമ്മളെല്ലാം അതിനെ ഷെയർ ചെയ്തിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ട്രിവാൻഡ്രത്ത് ലോട്ടറി കച്ചവടം തോന്നുന്നു, ബ്രാഹ്മണർ ലോട്ടറി കച്ചവടം ചെയ്യുന്നത് സഹതാപത്തിലൂടെ TV ചാനൽ അവതരിപ്പിക്കുന്നു. കണ്ടോ ബ്രാഹ്മണ കുടുംബം, ഇവര് എന്താ അവര് വിറ്റെന്ത്. ഇനി ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. ഓക്കെ, അവരെ ഡോക്ടർ പഠിക്കാക്ക് നിങ്ങൾ അത്രേ ഉള്ളൂ. ഇവിടെ സംവരണത്തിലൂടെ ഡോക്ടർ ആയ ഒരു 10 പേര് കൂടി എത്ര പേരെ ഉണ്ട് അതൊന്നും നമുക്ക് എനിക്കറിയില്ല. എന്റെ കണക്കൊന്നും എനിക്കറിയില്ല. എത്ര പേരായെന്ന് ഇവര് കണക്ക് കൊണ്ടുവരുമ്പോ നമുക്ക് നോക്കാം അല്ലേ? ഒരു കണക്ക് എത്ര പേരായി കണക്ക്, എത്ര പേരുണ്ട് മെഡിക്കൽ കോളേജിൽ, എത്ര പേരുണ്ട് പ്രൈവറ്റ് പിന്നെ ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, എത്ര ദളിതർ വർക്ക് ചെയ്യുന്നുണ്ടെന്നോ വളരെ ചെറുതാണ്. കൊണ്ടുവന്നാൽ മതി, 1-2 കിട്ടിയാൽ. അത് ഇതുണ്ടല്ലോ, IIT-യുടെ ഒക്കെ പഠനങ്ങളുണ്ട്. IIT-യിൽ ടോപ്പ് ഫാക്കൽറ്റീസ് എത്ര ദളിതരുണ്ടെന്ന് തോന്നുന്നു. വളരെ ഇതാണ് ടോപ്പ് ഫാക്കൽറ്റീസിൽ കൂടുതലും അപ്പർ കാസ്റ്റ് ആളുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ അടി നടക്കുന്നത് ഇവിടെ പൈസ കൊടുത്ത് കയറിയവരും ഇവരും തമ്മിലാണ് ശരിക്കുള്ള അടി. സത്യത്തിൽ ഈ പൈസ കൊടുത്ത് കയറുന്നവരുള്ള മറ്റേ ഭയങ്കര കാശൊക്കെയുള്ള എല്ലാം ഉള്ളത്, ദളിതരും അല്ല ഒന്നുമല്ല, എല്ലാ സംവിധാനമുള്ള ആൾക്കാരുള്ളത് കൊണ്ട് കുറച്ച് വിദ്യാഭ്യാസവും പൈസ ഒന്നും ഇല്ലാത്തവർക്ക് സീറ്റ് കിട്ടുന്നില്ല.
അല്ലേ? ദളിതനെ കുറ്റം കൊണ്ടല്ലേ? അതിന്റെ സത്യാവസ്ഥ സത്യത്തിൽ ഇതാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ള ഇതാണ്. ഞാൻ പറഞ്ഞ ഡേറ്റ വെച്ചിട്ടല്ല, നമ്മൾ കണ്ണ്. അപ്പൊ ആക്ച്വലി ചെയ്യേണ്ടത് ഈ പൈസ കൊടുത്ത് മേടിക്കുന്ന സമ്പ്രദായം നിർത്തിലായി കഴിഞ്ഞാൽ ഇവർക്കും കിട്ടത്തില്ലേ? ഉറപ്പായിട്ട് കിട്ടൂലേ. അവന്മാര് പഠിക്കാൻ കഴിവില്ലാത്ത പൈസ കൊടുത്ത് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ നടക്കുന്നവന്മാരല്ലേ? കല്യാണം കഴിയാനും സ്റ്റാറ്റസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഡോക്ടറാണോ, സമൂഹത്തിന് ഉപയോഗമില്ല അവന്മാർ ഡോക്ടറായിട്ട്. പഠിച്ചു കഴിയുമ്പോൾ സത്യത്തിൽ അവർ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇവന്മാരെ ഡോക്ടറാവണം. ഈ ഒരു ആൾക്കാർ ഇവരെ നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇവന്മാരെ ഒഴിവാക്കി ഇവന്മാരെ കയറ്റാനുള്ള ചർച്ച നടത്തണം. അല്ല, ദളിതർക്കെതിരെ നമ്മൾ പോരാടിയിട്ട് കാര്യമുണ്ട്. ഇതിലൊരു പോയിന്റ് ഉള്ള, ഇപ്പൊ മറ്റേവര് ഈ പൈസ കൊടുത്ത് കയറുന്നവർക്ക് ആകണം ആഗ്രഹമില്ല, പക്ഷെ അവരെ ആക്കുകയാണ്. പക്ഷെ മറ്റേ സംവരണ വിഭാഗത്തിലുള്ളവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണ് അവർ വരുന്നത്. കാരണം അവരെ ആക്കാൻ വേറെ ആരുമില്ല. അപ്പൊ അവർക്ക് കൊടുക്കണം. അതാണ് അവരവിടെ വന്നത് കൊണ്ട് യുവമാർക്ക് സീറ്റ് കിട്ടാതിരിക്കുന്നില്ല. യുവമാർക്ക് സീറ്റ് കിട്ടാതിരിക്കുന്നില്ല, പൈസ കൊടുത്ത് കയറുന്നവരുള്ളതുകൊണ്ടായിരിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഈ പൈസ ഉള്ളവന്മാരെല്ലാം ചേർന്ന് വല്ല മെഡിക്കൽ കോളേജോ വല്ലതൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് മാത്രമേ സീറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞത് നടക്കുമായിരിക്കും. അവിടെ ചിലപ്പോൾ സംവരണത്തിലൂടെ 10 പേർക്ക് പഠിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അത് നല്ലതാണ്. അപ്പൊ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവട്ടെ. എന്തായാലും അതിന്റെ സാധനം അത്രേ ഉള്ളൂ. ഇത് എല്ലാ മേഖലയിലും ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പൈസയൊക്കെ വെച്ചിട്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പൈസ വെച്ചിട്ട് നമ്മള് ക്യൂ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു പൈസ കൊടുത്തിട്ട് തന്നെ ഇവിടെ നേടുന്നു. അതൊക്കെ കണ്ണടച്ച് വെച്ചാലൊന്നും ഇല്ലാതാവുന്നത്. നമ്മൾ എത്ര സ്ഥലത്ത് നേരിടുന്നു. നമ്മൾ പോകുമ്പോ നമുക്ക് പൈസ കൊടുത്താൽ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ പൈസ ഉള്ളതിനോട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റവർക്ക് പൈസയുടെ കാര്യം അതാണ് കേട്ടോ. സാമ്പത്തിക സംവരണമാണ് ഉദ്ദേശിക്കുന്ന ആ സാധനം. പൈസ ഉള്ളവര് നിങ്ങൾ ഇനി എത്ര സാമ്പത്തിക സംവരണം കൊടുത്താലും ഇവിടെ പൈസ ഉള്ളവന്മാര് അതിന്റെ ഇരട്ടി ഇവിടെ സാധനം നടത്തിക്കൊണ്ടിരിക്കും. വല്ല ഉപയോഗമുണ്ടോ? നീതി അങ്ങനെ നടപ്പാക്കാൻ പറ്റില്ല. സാമ്പത്തിക സംവരണത്തിലെ നീതി നടപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അതേസമയം പഠിക്കാൻ കഴിവില്ലാത്ത മീൻസ് പൈസ ഇല്ലാത്ത പഠിക്കാൻ കഴിവുള്ള പിള്ളേർക്ക് പൈസ കൊടുക്കുന്നത് നല്ലതാണ്. അതിനൊക്കെ ഞാനും സപ്പോർട്ടാണ്. നമ്മളും ചെയ്യാറുണ്ട്. ഇപ്പൊ കൃപാസനത്തിൽ പോയിട്ടെ ഇപ്പൊ 2 ദിവസം മുമ്പ് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ച് ഞാൻ കേൾപ്പിച്ചിരാം, വീഡിയോ കഴിഞ്ഞിട്ട് കേൾപ്പിച്ചിരാം. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ പോയിട്ട് ജോസഫ് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആണ് ക്യാൻസർ പേഷ്യന്റിനെ സഹായിക്കാൻ പോണത്. പിന്നെ അയാൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരാളുടെ സംസാരിക്കാൻ പോയി. നിങ്ങൾക്ക് അറിയാമോ? സംസാരിക്കുന്നുണ്ട്. അപ്പൊ സംസാരിക്കാൻ പോയ ആളുടെ ആശ്വാസം കിട്ടില്ലേ? അപ്പൊ ഞാനെന്താ അവന്റെ പറഞ്ഞത്, ഞാൻ സഹായിക്കാറുണ്ട്, ഞാൻ മറ്റേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ അസുഖങ്ങളെ തിരക്കാറുണ്ട്. പിന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട അടുത്ത് ഞാൻ ഉപയോഗമില്ല. ക്യാൻസർ പേഷ്യന്റ് അടുത്ത് പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ രണ്ടുമല്ല വേണ്ടത്, അവിടെ പഠിച്ച ഒരാൾ വരണം. അവർ ജോസഫ് അച്ഛൻ പറയാനൊന്നും വേണ്ട. അപ്പം ജോസഫ് അച്ഛൻ പറയാതെ യേശു പറയാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയല്ല നീ ചെയ്യുന്നു. നീ ഇത് നാളെ എന്തോ സാധനം കിട്ടുമെന്ന് വെച്ച് ചെയ്യുന്നു, നമ്മളതല്ല. ഇത് ബഹുഭൂരിപക്ഷം പേരും ഈ വിശ്വാസികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. എത്രയോ ബഹുഭൂരിപക്ഷം പേര് ഇങ്ങനെ അല്ലാതെയാണ് ചെയ്യുന്നത് അല്ലേ? ആരെങ്കിലും നാളെ എനിക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞാണ് യുക്തിവാദികളൊക്കെ വല്ലതും ചെയ്യുന്നത്. യുക്തിവാദികളൊന്നും ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം പേരും ചെയ്യും. അങ്ങനെയുള്ളവരാണ് യുക്തിവാദികളുടെ ആവൂ, അല്ലെങ്കിൽ നിരീശ്വരമായിട്ട് ജീവിക്കാം. അതാണ് എനിക്ക് ഞാൻ എത്ര പേരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളിപ്പോ എന്താണ് ബ്ലർ ചെയ്ത് കാണിക്കാൻ പോലും പേടിയില്ല. അത് ശരിയാണല്ലോ. ഞാനും നമ്മളിങ്ങനെ കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് ബ്ലർ ചെയ്ത് കാണിക്കാനുള്ള വീഡിയോ നമ്മുടെ അടുത്ത് ഇല്ല. നമുക്ക് ഒളിച്ചെന്ന് ആരെങ്കിലും എടുത്തു തരാനില്ല. ഒളിച്ച് നമ്മൾ എടുത്ത് കാണുക പറഞ്ഞാൽ പോളാ നീ ഇതൊക്കെയാണ് നിന്റെ പണി എന്ന് പറയും. ഇനിയിപ്പോ ഞാനും വിചാരിക്കുന്നത് പൈസ കൊടുത്ത് വല്ല ക്യാമറമാന്മാരെയും വെച്ചിട്ട് വല്ല പണിയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ബ്ലർ ചെയ്തിടാം. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവര് വിശ്വസിക്കുന്നില്ലെന്ന്. ഇവര് വിചാരം നമ്മൾ 24 മണിക്കൂറും മറ്റേ ഫാഷനെയും കുറ്റം പറഞ്ഞ് മറ്റേ പാവപ്പെട്ടവർക്ക് പൈസയും കൊടുക്കത്തില്ല. സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമൊക്കെ നല്ലതാണ്. അതിനൊന്നും നമ്മളും സപ്പോർട്ടാണ്. അതായത് ഇപ്പൊ അതുപോലെ തന്നെ ഈ സാധനത്തിനകത്ത് നമുക്ക് മറ്റേത് കൂടെ കയറ്റി പറയാം. ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്നു. ഇപ്പൊ ഞാൻ ഫെമിനിസം എന്നുള്ള രീതിയിൽ കാണുന്ന സമൂഹത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവര് വീട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് മറ്റേ ലവന്മാര് പറയുന്നത്. സംരക്ഷണം എങ്ങനെയാണ്? നീ വീട്ടിൽ മറ്റേ ഇന്ന ഡ്രസ് ഇട്ട് നടക്കരുത് കേട്ടോ, ഇതാണ് സംരക്ഷണം. ഇതിന്റെ രണ്ടിലും വിടുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അതായത് ഇപ്പൊ സുരക്ഷ എന്ന് പറയുന്ന സാധനമുണ്ട്. സുരക്ഷയിൽ ഞാൻ സപ്പോർട്ടാണ്. വീട്ടിലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഫ്രണ്ടിന് ജോലി സ്ഥലത്ത് നിന്ന് പ്രതീക്ഷ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീനെ അവൾക്ക് സുരക്ഷ വേണമെന്ന് പറയുമ്പോൾ അവളുള്ള വീട്ടിൽ കൊണ്ടാക്കുന്നു. വീട്ടിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ബൈക്കിൽ കയറിയട്ടെ. നിങ്ങൾ ബൈക്കിൽ കയറിയപ്പോൾ ആ പെണ്ണ് പറയുന്നു, ഇന്ന ഫ്ലാറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സെക്സി ആയിട്ടിരിക്കുന്നു, എന്നെ അവിടെ ആക്കിയാൽ മതി എന്ന് പറയുന്നു. സുരക്ഷയായിട്ട് പ്രതീക്ഷയോ ഞാനാണെങ്കിൽ അവിടെ ആക്കിയിട്ട് പോകും.
സുരക്ഷ കൊടുക്കുന്നതാണ്. അല്ല മറ്റേ നീ എന്തിനാ എവിടെ പോണത്, തെറ്റ്, ഇത് തെറ്റ്, അവളെ പഠിപ്പിക്കാതിരിക്കുക, ഇത് തെറ്റ്, ഇത് നിന്റെ മാനം പോവും, നിന്നെ അവൻ കൊല്ലും, അതൊക്കെ അവൾക്കറിയാം. അവൾ ആരടുത്ത് പോകണം അതൊക്കെ അവൾക്കറിയാം. നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇനി അവൾ ഗർഭം ധരിച്ചു, അന്ന് അവിടെ പോയിട്ട് അവൾ ഗർഭം ധരിച്ചു, നമ്മുടെ ജോലി ഡ്രൈവിംഗ് ആണ്, നമ്മളെ ജോലി സുരക്ഷിതമായിട്ട് എത്തിക്കുക. അതിനാണ് നാം ഫെമിനിസം അവിടെ ഉപയോഗിക്കുക. അവളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനല്ല ഫെമിനിസം. ഇനി അവൾ നാളെ പ്രഗ്നന്റ് ആയിട്ട് നമ്മുടെ നീ അന്ന് എന്നെ കൊണ്ടാക്കില്ലേ, അന്ന് ഞാൻ പ്രഗ്നന്റ് ആയി, എനിക്ക് ഇത് അബോർട്ട് ചെയ്യണം, ഓക്കെ, ഞാൻ അവളൊപ്പം നിൽക്കും, എനിക്കിത് അബോർട്ട് ചെയ്യണ്ട, അപ്പോഴും ഞാൻ അവളൊപ്പം നിൽക്കും. അവളാണ് അത് തീരുമാനം എടുക്കുന്നത്. ഇനി അവള് മറ്റേ ഡ്രസ്സ് ഇട്ടിരിക്കും, തല കവർ ചെയ്തുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, അവള് ഊരുന്നു, അവള് ഊരിയപ്പോൾ ഞാൻ അവളെ ഉടയും. അവള് ഏത് ഡ്രസ്സ് ഇട്ടോളോ തീരുമാനിക്കുന്നത് അവളാണെന്ന്, യുക്തിവാദികളോ ഫെമിനിസ്റ്റുകളോ അല്ലല്ലോ. ഇതെല്ലാത്തിനും ബാധകമാണ്. അപ്പൊ ആ സുരക്ഷ കൊടുക്കുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും അങ്ങനെയാണ്. ഇത് മറ്റേ നീ ഇന്ന ഡ്രസ്സ് ഇടരുത്, ഇന്ന ഡ്രസ്സ് ഇട്ടിരിക്കരുത്, ഇന്ന ഡ്രസ്സ് ഇട്ടാൽ കാല് ഇങ്ങനെ വെക്കരുത്, ഇത് പറയുമ്പോഴേ ഈ തട്ടമിടുന്ന കാര്യം പറയുമ്പോഴേ ഇപ്പൊ റീസെന്റ് ഭയങ്കര വലിയ വിവാദമായ സംഭവമാണല്ലോ, ഹിജാബ് ഇട്ട് സ്കൂളിൽ വരാണോ. അതില് ഷിജിൻ എന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഇപ്പം സ്കൂളിന്റെ ഓൾറെഡി ഒരു ഇന്റർവ്യൂല് പറഞ്ഞ്, ആ ഇന്റർവ്യൂ ഇപ്പൊ ഒരെണ്ണം പകുതി വന്നിട്ടുള്ളൂ, മറ്റേ അവനല്ലേ ഇപ്പൊ ഒരു ഇന്റർവ്യൂ വന്നില്ലേ, ലാസ്റ്റ് ഇന്റർവ്യൂ വന്നില്ലേ, അപ്പൊ അതിൽ പകുതി പറഞ്ഞിട്ടുണ്ട്, പകുതി ഇനി വരാൻ പോണേൽ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പ്രതീക്ഷ പറയാം. എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ നമ്മൾ സമൂഹം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാണ്. അപ്പൊ ആത്യന്തികമായിട്ട് നമ്മൾ നോക്കേണ്ടത് വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി പറയാൻ എനിക്ക് തലയിലൊരു സംഭവം എന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് അത് അനുവദിക്കണം. അതിൽ എന്റെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് തേങ്ങയാണ് വാങ്ങിയുള്ള സംഭവം എന്നൊക്കെ സെക്കൻഡറി ആണ്. ഫണ്ടമെന്റൽ സംഭവം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം. അപ്പൊ എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടിക്ക് ഹിജാബ് കൊടുത്തു, അത് ഏത് സ്കൂളാണ്, അത് ഹിന്ദു സ്കൂളായിക്കോട്ടെ മുസ്ലിം സ്കൂളിൽ പോയി അത് ചെയ്യണമായിരുന്നു. അതാണ് എന്റെ നിലപാട്. ഇതിന്റെ അഭിപ്രായം എന്താണ്? അതിന് ഫസ്റ്റ് ഞാൻ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇത് ആര് നടത്തുന്നു, അപ്പൊ ഒരു മതം നടത്തുന്നു ഇപ്പൊ ഈ പ്രസന്റ്, അപ്പൊ അതിന് പകരം നമ്മളാണ് നടത്തുന്നത്, യുക്തിവാദികളാണ് നടത്തുന്നത്. ഈ സ്കൂളിൽ ആ കൊച്ചിന് ഹിജാബ് ഇടാൻ പറ്റോ ഇല്ലേ? യുക്തിവാദികൾ സമ്മതിക്കും, യുക്തിവാദി ഞാൻ നടത്തുന്നു എന്ന്, ഞാൻ യുക്തിവാദി, ഞാൻ നടത്തുന്നെങ്കിൽ ഞാൻ പറയും ആ കൊച്ചിനത് ഇടാം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ കൊച്ചിന്റെ പേഴ്സണൽ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഞാൻ ഇടപെട്ടിട്ട് അത് ഊരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കൺട്രിയിൽ ദൈവത്തിന്റെ അതുപോലെ സെയിം ആയി പോകും. അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദികൾ ആരും ഞാൻ പറയുന്ന സ്റ്റാൻഡ് എടുക്കും. നിരീശ്വരവാദികളും കാര്യം നിരീശ്വരവാദികൾ കമ്മ്യൂണിസത്തിനെതിരല്ലേ, കമ്മ്യൂണിസം ഇതല്ലേ തന്നെ, കമ്മ്യൂണിസം നിരീശ്വരവാദി. ഇത് മറ്റേ ഗാസ വിഷയത്തിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ ഓപ്പോസിറ്റ് ചെയ്യുമായിരിക്കും. അത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ വിഷയത്തില് അതായത് വിശ്വാസം വിശ്വാസികൾക്ക് അതേപോലെ നടപ്പിലാക്കണമെന്ന് നിരീശ്വരവാദികൾ പറയുന്നുണ്ട്. കമ്മ്യൂണിസം അത് പറയുന്നില്ല, കമ്മ്യൂണിസം എതിർക്കുകയല്ലേ. അപ്പൊ ഇതേ സാധനമാണ് നമ്മൾ ഒരു സ്ഥാപനം നടത്തുന്നു. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ മീൻസ് സ്കൂൾ നടത്തുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള യൂണിഫോം വേണം. ഇപ്പൊ എന്റെ സ്കൂളിൽ യൂണിഫോം ഉണ്ട്. എന്റെ സ്കൂളിൽ യൂണിഫോം എന്ന് പറയുന്നത് ഇപ്പൊ ഇതേ യൂണിഫോം, ആ യൂണിഫോമിന് തടസ്സമായിട്ട് ഹിജാബ് നിൽക്കുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇല്ല. അപ്പൊ രണ്ടും വേണം. യൂണിഫോം ഉപയോഗിക്കുന്ന എന്തിനാണ്? ഒരേപോലെ തർക്കമില്ലാതെ ഒരാൾ ബ്രാൻഡഡ് ഇടുമ്പോൾ ഈ കൊച്ചിന് ചിലപ്പോൾ വിഷമം വരും, അത് ബ്രാൻഡഡ് ഡ്രസ്സ്. അപ്പൊ അതൊരിത്, രാവിലെ ഉറക്കൊണിട്ട് ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ള താമസം, അത് ഒരിത് പ്രശ്നം. പിന്നെ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരിതുണ്ട് അതിനകത്ത്. അപ്പോൾ സയൻസ്, സോഷ്യൽ സയൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് എല്ലാവരും ഒരു യൂണിഫോം ഉപയോഗിക്കുന്നത്. ഈക്വാലിറ്റിയൊക്കെ എന്താ പറയാം. പക്ഷെ ഈക്വാലിറ്റി എന്താണ്, മതം വെച്ചിട്ട് ഈക്വാലിറ്റീനെ മറക്കരുത്. അതൊരു പോയിന്റാണ്. അതായത് ഈ മതം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ സ്കൂളായിരുന്നല്ലോ, അവര് ഇവിടെ ആ ഈക്വാലിറ്റി സ്ഥാപിക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേഴ്സണൽ മതം എടുത്തു മാറ്റാൻ പറയുന്നത്. അതായത് ആ ഒരു തട്ടം അല്ലേ, അത് ഇട്ടത് കൊണ്ട് ആ കൊച്ചിന് പഠിക്കുന്നതിൽ ഈ പറയുന്ന പോലെ പഠിക്കുന്നതിന് വലിയ പ്രശ്നമുണ്ടാകും. ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഈ തട്ട ഇട്ട പെൺപിള്ളേരും അവിടെയുണ്ട്, തട്ട ഇടാത്ത പെൺപിള്ളേരും അവിടെയുണ്ട്. ഈ സ്കൂളിൽ പെൺകുട്ടികളും അവിടെയുണ്ട്. ഈ തട്ട ഇടാത്ത പെൺകുട്ടികൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ തട്ട ഇട്ടതുകൊണ്ട് ഈ കൊച്ചിന് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും സ്കൂളിൽ കിട്ടുന്നില്ല. തിരിച്ച് ഈ കൊച്ചെന്താ മനസ്സിലാക്കുന്നത്? ഈ തട്ടം ഇടാത്ത കുട്ടികളും ഇവിടെ ഉണ്ട്, എന്റെ തട്ടത്തിന് വലിയ വാല്യൂ ഒന്നുമില്ല. അവർ പരസ്പരം മനസ്സിലാക്കി വളരെയാണ് അല്ലേ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുണ്ട്, എന്റെ സ്കൂളിൽ യൂണിഫോം ഒന്നുമില്ല, തട്ടം ഇട്ട പിള്ളേരുണ്ട്. അപ്പോഴും നമ്മളെന്താ മനസ്സിലാക്കുന്നത്? നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന്.
ഇവരാരും ഇവരെന്തിനിട്ടിരിക്കും നമ്മൾ അന്വേഷിക്കാനേ പോണില്ല അല്ലേ. മറ്റു കുട്ടികൾ സത്യത്തിൽ ഇത് അന്വേഷിക്കത്തില്ല. ഇത് ന്യൂസ് ആകുമ്പോഴാണ് ഇത് എല്ലാവരും കൊണ്ടുവരുന്നത്. മറ്റു കുട്ടികൾക്ക് ഈ കുട്ടി തട്ടിട്ടത് പ്രശ്നമൊന്നും കാണത്തില്ല. അവർക്കറിയാം ഈ തട്ടി ഇട്ടുള്ളവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നില്ല, സ്പെഷ്യൽ സീറ്റ് കിട്ടുന്നില്ല, ഒരു പരിഗണനയും കിട്ടുന്നില്ല. തിരിച്ച് ഈ കുട്ടി മനസ്സിലാക്കുന്നു ഈ തട്ടിടാത്ത കുട്ടികൾക്ക് എന്താ പ്രശ്നം, അവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. മാനസികം, ഇമോഷണല് എല്ലാം അവിടെ സെയിം ആയിട്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ തട്ടവിടെ ഒരു വർഗീയമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ ഇത് ന്യൂസായിട്ട് കൊണ്ടുവരുന്നു, അങ്ങനെ ആർക്കെങ്കിലും വല്ല ഉപയോഗം ഉണ്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ഇത്. ഇനി വേറൊരു സൈഡും ഉണ്ട് ഇതിനകത്ത്. മൂന്നാമത്തെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു നാണം കെട്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കൂ, എല്ലാവരെയും അംഗീകരിക്കൂ എന്ന് പറയുന്ന യേശുവിനെ പൊക്കി പിടിച്ച് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മണവാട്ടി പറയുകയാണ് ഇതെല്ലാം നമ്മൾ ഇതിനെ ചിരിച്ചിട്ടാ പറയുന്നത്. ഇവരെ വേറെ ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാം സമാധാനമാണെന്ന്. ആ, ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാം സ്നേഹമാണെന്ന് വിചാരിക്കുന്നു. ചിരിയല്ല സ്നേഹം. സത്യത്തിൽ നമ്മൾ മുഖത്തിൽ ചിരിയൊന്നും വേണ്ട സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചാൽ മതി. അപ്പോഴത്തേക്കും ഈ പറയുന്ന അതാണ് ശരിക്കുള്ള യേശുവിന്റെ സൈഡ്. അപ്പൊ ശരിക്കും യേശു ഇതായിപ്പോയി. സത്യമല്ലേ? യേശുവിനോടൊക്കെ ഒരു വില ഉണ്ടായിരുന്നു. യേശുവിന്റെ വില സത്യത്തിൽ ഈ ഈ ഈ ഇങ്ങനെയുള്ള ആൾക്കാരാണ് യേശുവിന്റെ വില കളയുന്നത്. ഇപ്പൊ നമുക്ക് സുഖമായിട്ട് യേശുവിനെ ഇതാക്കി കൂടെ. ഇപ്പൊ നമുക്ക് സന്തോഷമില്ലേ? നിരീശ്വരക്ക് സന്തോഷമില്ലേ? യേശുവിനെ സുഖമായിട്ട് ഇതാക്കിക്കൂടെ? അങ്ങനെ ഒരു പോയിന്റ് കൂടെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ കുറെ പോയിന്റുകൾ ഈ ഹിജാബ് വിഷയത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട് എത്ര പോയിന്റുകൾ അതിനകത്ത്. നമ്മുടെ സമൂഹം ഇപ്പം ഈ ബാക്കി എല്ലാ മതത്തോടും കുറച്ച് ടോളറന്റ് ആയിട്ട് മാറുന്നു, പക്ഷെ ഇസ്ലാമിനോടാവുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും പോലും ഈ വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ക്രിസ്ത്യൻ സംഭവങ്ങളൊന്നും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ക്രിസ്ത്യൻ അവർ ശിരോവസ്ത്രം ഇടുന്നതോ ബാക്കി മതങ്ങളോട്, ഇപ്പൊ ഹിന്ദു മതങ്ങളോ അതിനോട് ഈ ഇസ്ലാമിനെ നമുക്ക് ഇസ്ലാമിന് മാത്രം ചോയ്സ് ഇല്ല. ഇസ്ലാമിന് മാത്രം വസ്ത്രത്തിൽ ചോയ്സ് ഇല്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട്. എന്നാ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ എന്റെ വീട്ടില് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർക്ക് ക്രിസ്ത്യൻ വീടാണ്, അതിനകത്ത് അവർക്ക് പല വസ്ത്രങ്ങളും പുരുഷൻ പറഞ്ഞാലേ ഇടാൻ പറ്റും. നമ്മളെ വീട്ടില് അതേ സാധനമല്ലേ അവരെ വീട്ടിലുള്ളത്. പുരുഷൻ പറഞ്ഞിട്ടോ, പുരുഷൻ പറഞ്ഞ ഒരിക്കലും ഇവിടെ അത് തന്നെ നടക്കുന്നത്. സെയിം വസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ, ജീൻസ് ഇടാൻ പറ്റുന്നില്ല അല്ലേ. ഇനി ക്രിസ്ത്യാനികൾക്ക് ജീൻസ് ഇട്ട് പള്ളിയിൽ പെമ്പിള്ളേർ എന്ന അച്ഛനാണ് എത്ര വീഡിയോ എടുക്കുന്നുണ്ട്, അവിടെ ജീൻസ് ഇട്ട് വന്നു അച്ഛനാ പറയുന്നു. അപ്പൊ വീട്ടുകാർ പോലും തീരുമാനം എടുക്കുന്നില്ല, അച്ഛൻ തീരുമാനം എടുക്കുന്നു വസ്ത്രം. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ വസ്ത്രം മതപരമാണെങ്കിലും ഈ ഹിജാബ് ഒന്നും ഞാൻ മതവസ്ത്രമായിട്ട് കാണുന്നില്ല കേട്ടോ. അതും കൂടെ എടുത്ത് പറയണമല്ലോ. ഇനി നമുക്ക് നമ്മളെ പോയിന്റ് വെച്ചിട്ട് ആർക്കെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാൻ, ഞാൻ ഈ മറ്റേ സിഖുകാരുടെ ടർബനും മുസ്ലിംസ് പെൺകുട്ടികളുടെ തട്ടവും ഞാൻ മതവസ്ത്രമായിട്ട് കാണുന്നില്ല. സാമൂഹിക സോഷ്യൽ ഇതായിട്ട് വന്ന അവരുടെ തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഇട്ട് ശീലം നിങ്ങൾ മുണ്ടെടുക്കുന്നതൊക്കെ പോലെ തന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് വേണമെന്നുള്ളൊരു ഊരിക്കോട്ടെ, ഇടുന്നവർ ഇട്ടോട്ടെ. ആ സ്കൂളിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്, മുസ്ലിം പെൺകുട്ടികൾ ഇടാതെ വരുന്നുണ്ടെന്ന്. അതിന്റെ അർത്ഥം അത് മതവസ്ത്രമല്ലെന്നാണ്. കന്യാസ്ത്രീകൾ അവരുടെ ചോയ്സ് അല്ല, കന്യാസ്ത്രീകൾ അവരിടുന്നത് ചോയ്സ് അല്ല, അത് നിർബന്ധിച്ച് ഇടിക്കുന്ന സാധനം. അത് അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ ഓക്കെ. ഇസ്ലാമോഫോബിയ വർദ്ധിച്ചു വരുന്ന ഇപ്പം അത് വെറുപ്പും മറപ്പും അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നിരീശ്വരവാദികൾക്കും എല്ലാവർക്കും ഒരേപോലെ. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് തന്നെ ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ, ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇവരെ കുറിച്ചുള്ള വെറുപ്പുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലും അങ്ങനെ അപാര വെറുപ്പല്ല, എന്നാലും ഞാൻ മുസ്ലിങ്ങളുടെ വീട്ടിലൊന്നും പോയിട്ടില്ല കുട്ടിക്കാലത്തെ. അങ്ങനെ ഒരു പോക്ക് എന്നാ ഉണ്ട്, എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മുസ്ലിംസ് ഫ്രണ്ട്സുമായിട്ടല്ല കേട്ടാ, വീടുകളുമായിട്ട് പക്ഷെ അതേ കണക്കിന് നമ്മൾ എൻ്റെ വീടിന്റെ തൊട്ട് ബാക്കിൽ മുസ്ലിം പള്ളിയാണ്, ഫ്രണ്ടിൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഈ മുസ്ലിം പള്ളിയുടെ അതുവഴി പോകുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറാണെന്ന് തോന്നാത്ത ഒരു അകൽച്ച ഉണ്ടാവും. എന്നാൽ കയറാമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഗൾഫ് കൺട്രീസിലൊക്കെ പോയപ്പോൾ പിന്നെ കയറിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആ വീട് തൊട്ടടുത്തുള്ള അങ്ങനെ കയറാൻ തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ പള്ളിയൊക്കെ ഇവരൊന്ന് കയറും കേട്ടോ, എല്ലാവരും വരെയൊക്കെ ചെയ്യും, അങ്ങനെ എല്ലാ സഹകരണമൊക്കെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല ഫ്രണ്ട്സായിട്ട്. പക്ഷെ ഇവരുടെ വീടുകളിലും പോയിട്ടില്ല, എന്തോ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇപ്പോഴും നമ്മളിങ്ങനെയൊക്കെ ആയി മാറിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇപ്പൊ എല്ലാവരും അകൽച്ച കാണിക്കുന്നത് അതേ അകൽച്ചയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇവരെന്തോ സ്പെഷ്യൽ ജീവികളാണ്, വേറൊരു സ്പീഷ്യസ് ആയിട്ടാണ് ഇവരെടുത്ത് അകൽച്ച വയ്ക്കുന്നത്. ഇപ്പൊ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളെ വീട്ടിൽ മമ്മിയൊക്കെ ഒരാളുടെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ നമ്മൾ അവരെടുത്ത് മിണ്ടാതിരിക്കുക, ഒരു കാരണമില്ല. ചിലപ്പോൾ മമ്മി മിണ്ടാത്തതുകൊണ്ട് നമ്മളും മിണ്ടാതെ ഇവര് ചില വർഷങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. ആരാണോ എന്തോ, നമുക്കൊരു പരിചയമില്ലാത്തവരായിരിക്കും. അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് ഹിന്ദുക്കൾ ഒരാളിനെ കുറ്റം പറയുന്നു, അപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നു, ഇപ്പം നിരീശ്വരവാദികളും അതിൻ്റെ കൂടെ അവരും കൂടെ കൂടുന്നു. ഇപ്പൊ നിരീശ്വരവാദിയായിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞില്ലേ, അതാണ് അതിന്റെ കോറ്. ഇപ്പൊ ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിരുന്ന വേറൊരു സാധനം, നിരീശ്വരവാദികൾ എന്ത് പറയുന്നു അതെല്ലാം ഹിന്ദുക്കൾ എടുക്കുന്നു. തിരിച്ചാണോ സംഘടത്ത് പറയുന്നത് തിരിച്ചെടുക്കുന്ന? അല്ല, ഇപ്പൊ പൊതുവെ ഇതാണ്, അതായത് നിരീശ്വരവാദികൾ പറയുന്ന എല്ലാം സംഘികൾ ഉൾക്കൊള്ളുന്നു, സംഘികൾ പറയുന്നതെല്ലാം ഇവരുടെ ആശയങ്ങളായിരിക്കാം. അല്ല, മീൻസ് നിരീശ്വരവാദികൾ പറയുന്നതെല്ലാം ഇവര് കൊടുക്കുന്ന ആശയങ്ങളാണോ എന്തോ, ബട്ട് ഇപ്പൊ ഇവര് ഏറ്റെടുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന നിരീശ്വരവാദിയൊന്നും അല്ലാത്ത, എന്നാൽ ഒരു പ്രശ്നമില്ലാത്ത, ഇപ്പൊ ഗൾഫിലൊക്കെ നമ്മളവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾക്കാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവര് വർഷങ്ങളായിട്ട് 10, 15, 20 വർഷമൊക്കെ അടുപ്പിച്ച് ഗൾഫിൽ പോയി ഒരു പ്രശ്നമില്ലാതെ പോണ ആൾക്കാർ, പക്ഷെ മുസ്ലിങ്ങൾ പ്രശ്നമാണ് കേട്ടോ. അവ എന്ത് കാര്യം, എന്ത് അത് ഇന്ന ആളുടെ വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിരീശ്വരവാദിയുടെ അവന്റെ വീഡിയോ ആണോ? ആടാ അപ്പൊ ഇവരൊക്കെ നിരീശ്വരവാദം അറിഞ്ഞു കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പർട്ടിക്കുലർ പറയുന്ന ഒരു ആൾക്കാർക്ക് നിരീശ്വരവാദം എന്ന് പറഞ്ഞൊന്നും കൂടെ, ഇവര് യൂട്യൂബ് ചാനൽസ് ആണല്ലോ കാണുന്നു, ഇന്നയാളുടെ ചാനൽ കാണുന്നു, മറ്റേ ആളുടെ ചാനൽ കാണുന്നു. ഇവരൊക്കെ ഇവർ ആരാണ്, യുക്തിവാദിയാണോ, നിരീശ്വരവാദിയാണോ, എക്സ് മുസ്ലിമാണോ, ഇതൊന്നും അറിഞ്ഞൂടാ. ഇവര് വിളിച്ച് ഇന്ന ആള് ഭയങ്കര കോളിംഗ് ആണ്, ഇന്ന ആള് വിളിച്ച് കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന ആള് അവരെ പിടിച്ചടാ, അവരെ പിടിച്ച് മറ്റേ വെച്ച് നിനക്ക് ഇതുപോലെ കോൾ ചെയ്തുകൂടെ, എൻ്റെ അടുത്ത് ഒരാൾ നിനക്ക് മറ്റേ കുഞ്ഞാട് കോളിങ് ചെയ്തുകൂടെ. ഞാൻ എന്തൊരു കുഞ്ഞാട് കോളിങ്, എന്താ പ്രശ്നം, ഞാൻ എന്ത് ചെയ്യണം? നീ അവര് വിളിക്കുമ്പോ ഇങ്ങനെ കളിയാക്കണം, ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാമെന്നോ, കുഞ്ഞാടായിട്ട് ഞാൻ വിളിക്കാം, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇവരുടെ ഒരു മൊത്തത്തിൽ ആരാണ് എന്താണ് സംഭവം പിടിയിട്ടാത്ത ആൾക്കാർ കുറെ പേരുണ്ട്. അവരെ ഒറ്റയടിക്ക് അങ്ങ് പറയാണ് മുസ്ലിങ്ങളെല്ലാം പ്രശ്നം. കാര്യം ഇതാണ്, ഇതൊന്ന് സാഡിസ് അല്ലേ, ഒരാളെ വിളിച്ച് കളിയാക്കി അതിങ്ങനെ കണ്ടോണ്ടിങ്ങനെ. അത് ഈ ബോഡി ഷേമിങ് പോലെ ഒരു സാധനമാണ്, ബ്രെയിൻ ഷേമിങ്. ബോഡി ഷേമിങ് തന്നെ. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരാളിന്റെ മാനസികാവസ്ഥയിൽ അവർ ജനിച്ചു കൊള്ളുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവില്ലോ, അത് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മൾ പിന്നെ മനസ്സിലാക്കാൻ വേണം അത് പിടികിട്ടുന്നു. ഇതെന്താണ് സംഭവം, നിരീശ്വരവാദം എന്താണ്, എവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, എവിടെ എന്ത് പെരുമാറാം, ഓപ്പോസിറ്റ് ആളിന്റെ മാനസികാവസ്ഥ, ഇതൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളും. അപ്പൊ ചിലപ്പോൾ ഈ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് കുറച്ച്, ഇപ്പൊ മുസ്ലിംസിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. അതിൽ ഇപ്പോൾ കുറെ ആൾക്കാർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ അവർ സയൻസ് ഉൾപ്പെടെയൊക്കെ വന്ന് പറയുന്ന ആൾക്കാർ കാണും. അവരെ പോലെയൊന്നുമല്ല മറ്റൊരു, ഇവരെ വെച്ചിട്ടായിരിക്കും ഇവന്മാർ കുറെ പേര് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ആൾക്കാരെ ഇത് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇവന്മാർ കേൾക്കുന്നത് സാധാരണ ഉള്ള ആൾക്കാരല്ലേ, ഒരു കുഴപ്പമില്ല, സമൂഹത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു മറ്റേ ചിലപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കാൻ വരുന്നതായിരിക്കും, നിങ്ങളാ പറഞ്ഞത് തെറ്റാണ് കേട്ടോ. അപ്പൊ അവരായിരിക്കും ഇവര് കളിയാക്കുന്നു, അവരെ അങ്ങ് നിർത്തി കളിയാക്കി. അപ്പൊ അവര് കേൾക്കുന്നത്, അപ്പൊ ഉടനെ തന്നെ മുസ്ലിംസ് എല്ലാം ഇങ്ങനെ